കേൾക്കാവോ? കേൾക്കാം കേൾക്കാം സാർ. ഹലോ, കേൾക്കാം സാർ. നെറ്റ് പോയായിരുന്നോ സാറേ? എന്തോ കട്ടായി പോയങ്ങ്. കേറിയതോ കട്ടായി പോയി. കേൾക്കാവോ? കേൾക്കാം സാർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് അസാമാന്യ ശിശു ഇതായിരുന്നു നമ്മള് ഉച്ചയ്ക്ക് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ആരെയാണ് നമ്മൾ അസാമാന്യ ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നത്? സാധാരണ ശിശുക്കളിൽ നിന്നും വ്യത്യസ്തമാംവിധം വേറിട്ട് നിൽക്കുന്ന ശിശുവിനെയാണ് അസാമാന്യ ശിശു എന്ന് വിളിക്കുന്നത്. ഈ വ്യതിചലനം എന്ന് പറയുന്നത്, അല്ലാതെ ഈ വേറിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് ഇരുവശത്തേക്കുമാകാം. അതായത് ശരാശരിയിൽ നിന്നും വളരെ ഉയർന്ന അളവിലേക്ക് ഉയർന്നും നിൽക്കാം, ശരാശരിയിൽ നിന്ന് വളരെ താഴേക്ക് താഴ്ന്നും നിൽക്കാം. അപ്പം ശരാശരിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതും ശരാശരിയിൽ നിന്ന് വളരെ താഴ്ന്നു നിൽക്കുന്നതുമായ ശിശുവിനെയും ഒരേപോലെ അസാമാന്യ ശിശു എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതൊക്കെ ശിശുക്കളാണ് ഈ അസാമാന്യ ശിശുവിന്റെ കാറ്റഗറിയിൽ വരുന്നത്? പ്രതിഭാശാലികളായ ശിശുക്കൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. സർഗപരതയുള്ള ശിശു, അതായത് ക്രിയേറ്റീവ് ചൈൽഡ്. മന്ദപഠിതാക്കൾ അഥവാ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, സ്ലോ ലേണർ. ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ, അതായത് അണ്ടർ അച്ചീവർ. മാനസിക മാന്ദ്യമുള്ളവർ, ശാരീരിക വൈകല്യമുള്ളവർ, സാംസ്കാരിക പ്രതികൂല്യമായവർ, കുറ്റവാസനയുള്ളവർ. ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെയാണ് സാധാരണഗതിയിൽ അസാമാന്യ ശിശു എന്ന് വിശേഷിപ്പിക്കുന്നത്.
പ്രതിഭാശാലികളായ കുട്ടികൾ, സർഗപരത കൂടുതലുള്ള കുട്ടികൾ, മന്ദപഠിതാക്കളായ കുട്ടികൾ, ശേഷിക്കൊത്ത് നേട്ടം കൈവരിക്കാൻ കഴിയാത്ത കുട്ടികൾ, മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ, ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ, സാംസ്കാരിക പ്രതികൂലാവസ്ഥയിലുള്ള കുട്ടികൾ, കുറ്റവാസനയുള്ള കുട്ടികൾ. അപ്പൊ ഏതൊക്കെ കുട്ടികളാണ് അസാമാന്യ ശിശുക്കളുടെ കാറ്റഗറിയിൽ വരുന്നത്? നമുക്ക് ചോദ്യം വരുന്നതാണ്. താഴെ പറയുന്നവയിൽ അസാമാന്യ ശിശു ഗണത്തിൽപ്പെടുന്നത്. അപ്പൊ ശരാശരി നിലവാരം കുട്ടികൾക്കുണ്ട്. ആ ശരാശരി നിലവാരം ശിശുക്കൾക്ക് ഉള്ളതിൽ നിന്നും വ്യത്യസ്തമാം വിധം ഉയർന്നോ താഴ്ന്നോ നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ അസാമാന്യ ശിശു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ അസാമാന്യ ശിശുക്കളിൽ ആദ്യത്തെ വിഭാഗം കുട്ടികളാണ് പ്രതിഭാശാലികളായ കുട്ടികൾ. ആരാണ് പ്രതിഭാശാലി? നമ്മള് നേരത്തെ പഠിച്ചായിരുന്നു. IQ ലെവല് എത്രയുള്ളേ? 140 മുകളിലുള്ള കുട്ടികളാണ് സാധാരണഗതിയിൽ പ്രതിഭാശാലികളായി കരുതപ്പെടുന്നത്. ഇത് ഒരു സ്കൂളിൽ ഒരുപക്ഷെ ആകെ 2% ഇവരുടെ അംഗസംഖ്യ. ഒരു സ്കൂളിലെ മൊത്തം കുട്ടികളെ പരിശോധിച്ചാൽ ഇത്തരത്തിൽ പ്രതിഭാശാലികൾ എന്ന് പറഞ്ഞാൽ വെറും 2% മാത്രമായിരിക്കും. ഇതിൽ തന്നെ ഒരു വിഭാഗത്തിന് ഒരുപക്ഷെ ഈ IQ ലെവല് 181 മുകളിൽ വരെ കാണപ്പെടുന്ന കുട്ടികൾ ഉണ്ടാകും. വളരെയേറെ ശരാശരി നിലവാരമുള്ള കുട്ടികളെക്കാൾ ഉയർന്ന നിലവാരമായിരിക്കും ഇവർക്കുണ്ടാവുക. സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഇത്തരം കുട്ടികളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ധാരാളം പഠനങ്ങൾ ഇതിനായിട്ട് നടന്നിട്ടുണ്ട്. ഈ പ്രതിഭാശാലികളെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രതിഭാശാലികളായ കുട്ടികളുടെ ഏറ്റവും പ്രധാന സവിശേഷതകൾ: ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള, സാമൂഹിക നിലവാരമുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും ഇത്തരം കുട്ടികൾ. പ്രതിഭാശാലികളായ കുട്ടികളുടെ കായിക സവിശേഷതകൾ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഉയർന്ന നിലവാരം പുലർത്തും. ജനന സമയത്ത് ഈ പ്രതിഭാശാലികളായ കുട്ടികളുടെ തൂക്കം വളരെ കൂടുതലായിരിക്കും. നല്ല സാമാന്യം, നല്ല മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഇതേ പ്രായപരിധിയിൽപ്പെട്ട കുട്ടികളെ അപേക്ഷിച്ച് ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഈ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. സംഗീതം, ചിത്രരചന, കലകൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ശേഷി കാണും. കായിക പ്രവർത്തനങ്ങളെക്കാൾ ഗുണാത്മക ചിന്തയും പ്രയാസം കുറഞ്ഞ പാഠ്യവിഷയങ്ങളെക്കാൾ കഠിനമായ വിഷയങ്ങളും ഇവർ ഇഷ്ടപ്പെടും. കളികളിൽ ഇവർക്ക് മത്സര ബുദ്ധി ഉണ്ടായിരിക്കുകയില്ല. ചിന്താശേഷി വളരെ കൂടിയ കളികളാണ് ഇവർക്ക് ഇഷ്ടമുള്ളത്.
തങ്ങളെക്കാൾ എപ്പോഴും പ്രായം കൂടിയ കുട്ടികളുമായിട്ടായിരിക്കും ഇവർക്ക് ചങ്ങാത്തം. ധാരാളം വായനാശീലം ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. പല സ്വഭാവ സവിശേഷതകളും ഇവർക്ക് പ്രത്യേകമായി കുട്ടികളിൽ നിന്ന് വിഭിന്നമായി കാണപ്പെടുന്നു, സാധാരണ കുട്ടികളിൽ നിന്ന്. ഇത്തരം സവിശേഷതയുള്ള കുട്ടികളാണ് പ്രതിഭാശാലികളായ കുട്ടികൾ. അപ്പൊ പ്രതിഭാശാലികളായ കുട്ടികളുടെ സവിശേഷത ഉയർന്ന സാമൂഹിക സാമ്പത്തിക നിലവാരമാണ്. കായിക സവിശേഷത അതേ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ കൂടുതലായിരിക്കും. ജനനസമയത്ത് തൂക്കം വളരെ കൂടുതലായിരിക്കും. വ്യവഹാര ആയോജനം വളരെ നേരത്തെ ഇവർ പൂർത്തിയാക്കുന്നു. നല്ല ആരോഗ്യ രീതിയുള്ള കുട്ടികളായിരിക്കും. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നു. സംഗീതം, ചിത്രരചന, കലകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിൽ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. കളികളിൽ മത്സരബുദ്ധിയില്ല. ചിന്തനശേഷി ആവശ്യമുള്ള കളികളാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. തങ്ങളെക്കാൾ പ്രായം കൂടിയവരുമായിട്ടാണ് എപ്പോഴും ചങ്ങാത്തം. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങളെക്കാൾ പ്രായം കൂടിയവരെയായിരിക്കും ഇവർ പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത്. പ്രായമുള്ളവർക്ക് എന്ന് കരുതപ്പെടുന്ന പല വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇവർ വായിക്കുന്നു. വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. ഇത്രയുമാണ് പ്രതിഭാശാലികളായ കുട്ടികളുടെ പ്രധാന സവിശേഷതകൾ. മനസ്സിലായോടെ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണം സാർ. പ്രതിഭാശാലികളായ കുട്ടികൾ IQ ലെവൽ 140 മുകളിലാണ്. ഈ കുട്ടികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ കണ്ടത്. ഉയർന്ന പാരമ്പര്യ നിലവാരമുള്ളവരാണ്. സാമൂഹിക സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങളിൽ നിന്നായിരിക്കും ഈ കുട്ടികൾ. പ്രതിഭാശാലികളുടെ കായിക സവിശേഷതകൾ അതേ പ്രായത്തിൽ പെട്ട കുട്ടികളെക്കാൾ ഉയർന്ന നിലവാരം പുലർത്തുന്നു. ഇവർക്ക് ജനനസമയത്ത് തൂക്കം വളരെ കൂടുതലായിരിക്കും. നല്ല വ്യവഹാരങ്ങൾ ഇവർ നേരത്തെ തന്നെ ആർജിക്കുന്നു. നല്ല ആരോഗ്യശീലമുള്ളവരാണ്. ചങ്ങാതികളെ തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങളെക്കാൾ മുതിർന്നവരെയാണ് ഇവർ ചങ്ങാതികളായി തിരഞ്ഞെടുക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം, സംഗീതത്തിലും ചിത്രരചനയിലും കലകളിലും താല്പര്യം കൂടുതലാണ്. കായിക പ്രവർത്തനത്തെക്കാൾ ഗുണാത്മക ചിന്തനമുള്ള പ്രവർത്തനങ്ങളിലാണ് ഇവർക്ക് താല്പര്യം. ലളിത വിഷയങ്ങളെക്കാൾ കഠിന വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നു. കളികളിൽ മത്സരബുദ്ധി പ്രകടിപ്പിക്കാറില്ല. ചിന്താശേഷി ആവശ്യമുള്ള കളികളായിരിക്കും ഇവർ തിരഞ്ഞെടുക്കുക. പ്രായമായവർക്കുള്ളത് എന്ന് കരുതപ്പെടുന്ന പല വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇവർ വായിക്കുന്നു. വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. ഇത് പ്രതിഭാശാലികളായ കുട്ടികളുടെ സവിശേഷതകളാണ്. ഈ പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസം എപ്രകാരമാണ്? പ്രതിഭാശാലികളായ കുട്ടികൾ ക്ലാസ്സിൽ അവഗണിക്കപ്പെട്ടാൽ അവരിൽ അത് അപസമായോജന പ്രവണത സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകമായി പരിഗണിക്കണം. പ്രതിഭാശാലികളുടെ വിദ്യാഭ്യാസ രീതി പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. പ്രതിഭാശാലികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് വിശേഷാൽ വിദ്യാലയങ്ങൾ അഥവാ
വ്യത്യസ്ത വിദ്യാലയം എന്ന ആശയം. അതായത് പ്രതിഭാശാലികളായ കുട്ടികൾക്കായി പ്രത്യേക വിദ്യാലയം നടത്തണം എന്ന് പലരും നിർദ്ദേശിക്കാറുണ്ട്, പല ചിന്തകരും. ഇവരുടെ പ്രത്യേകമായ ശേഷികളും അഭിരുചികളും മറ്റും വളർത്താൻ പര്യാപ്തമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ വിശേഷ വിദ്യാലയം അഥവാ വ്യത്യസ്ത വിദ്യാലയം പ്രതിഭാശാലികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി. 2, കഴിവിനൊത്ത വർഗീകരണം. ഹലോ സാറിന്റെ നെറ്റ് പോയതാ. നെറ്റ് പോയി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാർ ഇപ്പൊ കേൾക്കാം. ഉണ്ട് സാർ. രണ്ടാമത്തത് കഴിവിനൊത്ത വർഗീകരണമാണ്, അഥവാ വേറിട്ടുള്ള ക്ലാസുകൾ. വിവിധ നിലവാരമുള്ളവരെ ഇടകലർന്ന ഒരു സംഘത്തിൽ പ്രതിഭാശാലികളും ശരാശരിക്കാരും മോശപ്പെട്ടവരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ഇതിൽ ശരാശരിക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള ബോധനമായിരിക്കും നടത്തുക. അപ്പോൾ ക്ലാസ്സിൽ ഈ പ്രതിഭാശാലികൾക്ക് തങ്ങളുടെ നിലവാരത്തിൽ താഴ്ന്ന പഠന പ്രവർത്തനമാകും ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ കഴിവിനൊത്ത വർഗീകരണം നടത്തി ഇവരെ പ്രത്യേക ഗ്രൂപ്പുകളാക്കി മാറ്റുക. മൂന്നാമത്തത് ചാടിക്കടക്കൽ അഥവാ ഇരട്ടക്കയറ്റം, ഡബിൾ പ്രൊമോഷൻ. ഒരു പഠിതാവ് ഒരു ക്ലാസ്സിൽ അസാധാരണമായി സിദ്ധി കൈവരിക്കുന്നവനാണെന്ന് കണ്ടാൽ അയാൾക്ക് ഡബിൾ പ്രൊമോഷൻ നൽകി അയാളെ ഉയർന്ന തരത്തിലേക്ക് കയറ്റിവിടുകയാണ് ഇതിന്റെ അർത്ഥം. 4, ത്വരിത പഠനം അഥവാ ശീഘ്ര മുന്നേറ്റം. സാർ 3 ഒന്നുകൂടി പറയണം സാർ. ചാടിക്കടക്കൽ അഥവാ ഇരട്ടക്കയറ്റം. ഇപ്പോ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ 1ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ പെട്ടെന്ന് ആർജിച്ച് അവൻ അതിനേക്കാൾ കഴിവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് ഡബിൾ പ്രൊമോഷൻ കൊടുക്കുകയാണ്, ക്ലാസ് കയറ്റി വിടുന്നു. ത്വരിത പഠനം അഥവാ ശീഘ്ര മുന്നേറ്റം. ഇത്തരത്തിൽ കഴിവുള്ള കുട്ടികളെ പ്രായമെത്തും മുമ്പ് 1ാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്നു. 3 വർഷത്തെ പഠനം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഇവർക്ക് അവസരം നൽകുന്നു. അടുത്ത ക്ലാസ്സിലേക്കുള്ള കയറ്റം എന്നത് 1 വർഷത്തിന് ശേഷം എന്നതിന് പകരം അർദ്ധവാർഷികമായി നടത്തുന്നു. അതാണ് ത്വരിത പഠനം. അടുത്തത് പോഷക പരിപാടികളാണ്, അതായത് എൻറിച്ച് പ്രോഗ്രാം. കുട്ടിയുടെ നിലവാരത്തിനൊത്ത് ഉയർന്ന നിലവാരത്തിലുള്ള പാഠ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ടതും വൈവിധ്യമുള്ളതുമായ പഠന അനുഭവങ്ങൾ കുട്ടിക്ക് നൽകുന്നു. ഇങ്ങനെ 5 തരം പഠന രീതികൾ ഈ പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നടത്തുന്നു. വിശേഷാൽ വിദ്യാലയം അഥവാ വ്യത്യസ്ത വിദ്യാലയം, കഴിവിനൊത്ത വർഗീകരണം അഥവാ വേറിട്ടുള്ള ക്ലാസുകൾ, ചാടിക്കടക്കൽ അഥവാ ഇരട്ടക്കയറ്റം, ത്വരിത പഠനം അഥവാ ശീഘ്ര മുന്നേറ്റം, പോഷണ പരിപാടികൾ. അപ്പൊ പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസം എത്തരത്തിലാണ്? വിശേഷാൽ വിദ്യാലയങ്ങൾ വഴി അല്ലെങ്കിൽ വ്യത്യസ്ത വിദ്യാലയങ്ങൾ വഴി,
കഴിവിനൊത്ത വർഗീകരണം അഥവാ വേറിട്ടുള്ള ക്ലാസുകൾ വഴി, ചാടിക്കടക്കൽ അഥവാ ഇരട്ട കയറ്റം നൽകി, ത്വരിത പഠനം അഥവാ ശീഘ്രമായ മുന്നേറ്റത്തിലൂടെ പോഷക പരിപാടികൾ. ക്ലിയർ ആയോ? ക്ലിയർ സർ. നിങ്ങൾക്ക് ഇത് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതല്ലേ? ഇല്ല സർ, കിട്ടിയിട്ടില്ല. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല സാർ. ഓക്കെ. അടുത്തത് സർഗപരതയുള്ള ശിശുവാണ്, ക്രിയേറ്റീവ് ചൈൽഡ്. സൃഷ്ടിക്കാനോ കണ്ടുപിടിക്കാനോ ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനോ ഉള്ള ശേഷി പുലർത്തുന്ന ശിശുവിനെയാണ് സർഗപരതയുള്ള ശിശു എന്ന് വിളിക്കുന്നത്. അപ്പം ഏത് ശിശുവാണ് സർഗപരതയുള്ളത് എന്ന് പറയുന്നത്? സൃഷ്ടോന്മുഖമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ, പുതിയ ഒരാശയമോ വസ്തുവിനെയോ നിർമ്മിക്കാൻ ഉള്ള ശേഷി. ഇത്തരം കുട്ടികളെയാണ് ക്രിയേറ്റീവ് ചൈൽഡ് അഥവാ സർഗപരതയുള്ള ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാർ ഒന്നും കൂടെ പറയണം സാർ, അത് കിട്ടിയില്ലായിരുന്നു, നെറ്റ് കട്ടായായിരുന്നു. സൃഷ്ടിക്കാനോ കണ്ടുപിടിക്കാനോ ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനോ ഉള്ള ശേഷി പുലർത്തുന്ന കുട്ടിയെ സർഗപരതയുള്ള കുട്ടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. നൂതനമായ ആശയങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നവനും പുതിയ നിരീക്ഷണങ്ങളിലും പ്രവചനങ്ങളിലും അനുമാനങ്ങളിലും എത്തിച്ചേരുന്ന ശിശുവാണ് സർഗാത്മക ചിന്തകൻ എന്ന് സ്കിന്നർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സർഗാത്മകതയുള്ള ശിശുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു സർഗാത്മകതയുള്ള ശിശുവിന്റെ പ്രത്യേകത എന്താ ആവണി? സർ സ്കിന്നർ എന്താ ആവശ്യപ്പെട്ടത് ഒന്നുകൂടെ പറയാമോ സർ? സ്കിന്നർ അഭിപ്രായപ്പെട്ടത് നൂതന ആശയങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുന്നവനും പുതിയ പരീക്ഷണങ്ങളിലും പ്രവചനങ്ങളിലും അനുമാനങ്ങളിലും എത്തിച്ചേരാനും കഴിവുള്ള കുട്ടിയാണ് സർഗാത്മക ചിന്തകൻ. നൂതനാശയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവൻ, പുതിയ നിരീക്ഷണങ്ങളിലും പ്രവചനങ്ങളിലും അനുമാനങ്ങളിലും എത്തിച്ചേരുന്നവനാണ് സർഗാത്മക ചിന്തകൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? സ്കിന്നർ. സർഗാത്മക ശിശു, ആ ശിശുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും മൗലികത പ്രകടമാക്കും. ഒരാശയം അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ തൻ്റെതായ ഒരു കൈമുദ്ര, അതാണ് മൗലികത എന്ന് പറയുന്നത്, അത് ഈ കുട്ടി പ്രകടമാക്കുന്നു. നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ വികസിപ്പിക്കും. ഏതെങ്കിലും ഒരു പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ആ പഠന പ്രശ്നത്തെ സംബന്ധിച്ച് നൂതനമായ ഉൾക്കാഴ്ച അത് വികസിപ്പിക്കും. ഉയർന്ന നിലവാരത്തിലുള്ള കൂർമ്മ ബുദ്ധിയും ശ്രദ്ധയും ഏകാഗ്രതയും പ്രകടിപ്പിക്കും. ഉയർന്ന നിലവാരത്തിലുള്ള കൂർമ്മ ബുദ്ധി, ശ്രദ്ധ, ഏകാഗ്രത. പ്രശ്നങ്ങളോട് ഉയർന്ന നിലവാരത്തിലുള്ള പ്രതികരണശേഷി പ്രദർശിപ്പിക്കും. പഠനത്തെ ഒരു സന്ദർഭത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സംക്രമിപ്പിക്കാനുള്ള കഴിവുണ്ടാവും. ജിജ്ഞാസയും മുൻകരുതലും കൂടുന്നുണ്ട് സർ, സ്പീഡ് കൂടുന്നുണ്ട്, സ്ലോ ആയിട്ട് പോയാൽ. ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു തരാം. സാറേ നോട്ട് എങ്ങനെ എഴുതിയെടുക്കും സാർ സ്പീഡിൽ പറഞ്ഞ?
ഇതിന്റെ നോട്ട്സ് പ്രത്യേകമായിട്ട് തരാം ഞാൻ. താങ്ക് യു സാർ. ഇത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇതിന്റെ നോട്ട്സ് തരണം എനിക്ക്. ഇത് നിങ്ങളുടെ ഇതിനകത്തുള്ളതാണ്. അത് ആ ടെക്സ്റ്റിനകത്ത് നോക്കണമുണ്ടോന്ന്. ടെക്സ്റ്റിനകത്ത് കാണാൻ സാധ്യത കുറവാണ്. ഇല്ല സാർ. ഉണ്ട്, ആ ഒരു ചെറിയ രക്ഷാത്തില്ല. ഭാഗമുണ്ട് സാർ. ചെറിയൊരു ഭാഗമുണ്ട് സാർ. ആ സർഗാത്മക ശിശുവിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര, അതായത് തൻ്റെതായ മൗലികത പ്രകടിപ്പിക്കുന്നു. ഒരാശയം അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ സർഗാത്മക ശേഷിയുള്ള ശിശു അവൻ്റെതായ ഒരു വ്യക്തിമുദ്ര അതിൽ പതിപ്പിക്കുന്നു. മനസ്സിലായോ? അത് ആ പോയിന്റ് മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? ഒന്നുകൂടെ വിശദീകരിക്കണം സാർ. അതേപോലെ അതായത് ഏതെങ്കിലും ഒരു ആശയം അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സർഗാത്മകതയുള്ള ശിശു അവൻ്റെതായ ഒരു വ്യക്തിമുദ്ര അല്ലെങ്കിൽ അവൻ്റെതായ ഒരാശയം അല്ലെങ്കിൽ അവൻ്റെതായ രീതിയിലായിരിക്കും അത് അവൻ അവതരിപ്പിക്കുക. ഒരുപക്ഷെ അധ്യാപകൻ പറയുന്ന പോലെ ആയിരിക്കില്ല. തൻ്റെതായ മൗലികത അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ, നൂതനമായ ഒരു രീതിയിലായിരിക്കും ഈ സർഗാത്മകതയുള്ള കുട്ടി ഇത് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. 2, ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് പുതിയ ഉൾക്കാഴ്ച വികസിപ്പിക്കുന്നു. ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച, തൻ്റെതായ ഒരു ഉൾക്കാഴ്ച അവൻ വികസിപ്പിക്കും. ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ തൻ്റെതായ അല്ലെങ്കിൽ തനതായ ഒരു ഉൾക്കാഴ്ച ഇത്തരം കുട്ടികൾ വികസിപ്പിക്കുന്നു. മനസ്സിലായോ? ഉയർന്ന നിലവാരത്തിലുള്ള കൂർമ്മബുദ്ധി, ശ്രദ്ധ, ഏകാഗ്രത ഇവ ഇത്തരം കുട്ടികൾക്കുണ്ടായിരിക്കും. സർഗഭരത ശിശുവിന് കൂർമ്മബുദ്ധി, ശ്രദ്ധ, ഏകാഗ്രത എന്നിവ ഉണ്ടായിരിക്കും. ഒരു പഠന സന്ദർഭത്തിൽ നിന്നും മറ്റൊരു പഠന സന്ദർഭത്തിലേക്ക് സംക്രമണ ശേഷി കൂടുതലാണ് ഇവർക്ക്. അല്ലെങ്കിൽ ഒരു പഠന സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പഠന സാഹചര്യത്തെ നേരിടാൻ ഇവർ കഴിവുള്ളവരാണ്. ജിജ്ഞാസ വളരെ കൂടുതലുള്ള കുട്ടികളാണ്. വളരെയേറെ സമ്പന്നമായ സർഗാത്മകത, ഭാവന എന്നിവ ഇവർ പ്രദർശിപ്പിക്കുന്നു. സമ്പന്നമായ സർഗാത്മകത, ഭാവന ഇത് ഈ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. സർഗാത്മകതയും ഭാവനയും ഈ കുട്ടികൾക്ക് കൂടുതലായിരിക്കും. ക്ലിയർ ആയോടെ? ഇത് ഇത്രയും പോയിന്റ്. ഈ ഒരു ഭാഗം എങ്ങനെ ക്വസ്റ്റ്യൻ വരാം സാർ? താഴെ പറയുന്നവയിൽ സർഗാത്മകതയുള്ള ശിശുവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം വരുന്നത്. സർഗാത്മകതയുള്ള ശിശുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. മനസ്സിലായോ? ഓക്കെ സാർ. അപ്പൊ എന്താണ് സർഗാത്മകതയുള്ള ശിശുവിന്റെ പ്രത്യേകത എന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ സർഗാത്മകതയുള്ള ശിശുവിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് പ്രതിഭാശാലിയുടെ പ്രത്യേകതയുമായിട്ട് ചിലപ്പോൾ കൂട്ടിക്കലർത്തിയായിരിക്കും തരുന്നത്. അപ്പൊ പ്രതിഭാശാലികളായ കുട്ടികളുടെ പ്രത്യേകത, അവരുടെ പ്രത്യേക വിദ്യാഭ്യാസം, സർഗാത്മകതയുള്ള ശിശുവിന്റെ പ്രത്യേകത,
ഈ സർഗാത്മകതയുള്ള ശിശുവിന്റെ വിദ്യാഭ്യാസത്തിൽ കുട്ടികളിൽ സർഗാത്മകത അല്ലെങ്കിൽ സർഗപരത വളർത്തിയെടുക്കാൻ ഒരു അധ്യാപകന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതാണ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത്. പഠിതാക്കളിൽ സർഗാത്മകത അല്ലെങ്കിൽ സർഗപരത വളർത്താൻ അധ്യാപകന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം? ഒരു അധ്യാപകന്റെ പങ്ക് എന്താണ്? കുട്ടികളിൽ സർഗാത്മകത വളർത്താൻ ഒരു അധ്യാപകൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്ന്, ഒരു പ്രശ്ന നിർദ്ധാരണത്തിന് സഹായകമായ നിരവധി ആശയങ്ങൾ കണ്ടെത്താൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഒരു പഠന പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പഠന പ്രവർത്തനം നമ്മൾ കൊടുക്കുമ്പോൾ, ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കുട്ടികൾക്ക് നിരവധി ആശയങ്ങൾ കണ്ടെത്താനുള്ള പ്രേരണ നൽകാം. കുട്ടികളുടെ മൗലികതയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. സർഗപരമായ പ്രകടനങ്ങൾ കുട്ടികൾ നടത്തണം. അതിന് സഹായമായ സന്ദർഭങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം. കുട്ടികളുടെ സർഗാത്മകതയെ വളർത്താൻ അനുയോജ്യമായ സന്ദർഭങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊച്ചു കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു കുട്ടിക്കഥയാണല്ലോ മുന്തിരിക്ക് വേണ്ടി ഈസോപ്പ് കഥകളിലെ കുറുക്കനും മുന്തിരിയും കഥ. അറിയാമോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പം മുന്തിരിക്കായി ചാടി നോക്കിയ കുറുക്കന് മുന്തിരി കൈവശം കിട്ടിയില്ല. അങ്ങനെ കിട്ടാതായപ്പോ കുറുക്കൻ എന്താ പറഞ്ഞേ? കിട്ടാത്ത മുന്തിരി പൊള്ളിക്കും. അല്ലെങ്കിലും ഈ മുന്തിരിക്കൊക്കെ പണ്ടേ ഭയങ്കര പുളിയാണ് എന്ന്. ഈ സമയം ഏതെങ്കിലും രീതിയിൽ കുറുക്കന് ഈ മുന്തിരി ലഭിച്ചിരുന്നെങ്കിൽ കുറുക്കൻ എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക? നമ്മളൊരു സന്ദർഭം കൊടുക്കുകയാണ്. കുട്ടിയുടെ ചിന്താശേഷി വികസിക്കുന്നു. അവൻ നൂതനമായ ഒരാശയത്തെ അവൻ കണ്ടെത്തുന്നു. എന്താ രഞ്ജിനി? നല്ല ടേസ്റ്റ് ആണെന്ന് പറയും. ആമയും മുയലും കഥയില് മത്സരത്തിൽ പരാജയപ്പെട്ട മുയല്, ആമയാണ് വിജയിച്ചത്. ഇവിടെ മുയലിന്റെ ചിന്തകൾ എന്തെല്ലാമായിരിക്കാം? മുയൽ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം? മുയൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം? അതായത് ഇതിനെ വ്യതിരേക ചിന്തനം എന്ന് പറയും. ഇനി ചില ചിത്രങ്ങളുടെ സഹായം മാത്രം കുട്ടികൾക്ക് നൽകുന്നു. അതിൽ നിന്ന് പുതിയ കഥകൾ ഉണ്ടാക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നു. കുട്ടികളുടെ ആശയങ്ങൾ കുട്ടികൾ അതാണ് ഞാൻ നേരത്തെ പറയാം, സർഗപരമായ പ്രകടനങ്ങൾക്ക് സഹായമായ അനുയോജ്യ സാഹചര്യങ്ങൾ അധ്യാപകൻ സൃഷ്ടിക്കുക. ഇത് കുട്ടികളിൽ സർഗാത്മകത വളരും. ഉപകരണങ്ങളും വസ്തുക്കളും ഒക്കെ നൽകി കലാപരമായ നിർമ്മിതികളിലൂടെ സർഗാത്മകത വളർത്താനായി അധ്യാപകൻ ശ്രമിക്കണം. ഭാവനാ വികസനത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണം. ഈ പറഞ്ഞതെല്ലാമാണ് ഞാൻ ആ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞത്. ഒരു പ്രശ്നത്തിന്റെ നിർദ്ധാരണത്തിന് സഹായമായ നിരവധി ആശയങ്ങൾ കണ്ടെത്താൻ പ്രോത്സാഹനം കൊടുക്കണം. കുട്ടികളുടെ മൗലികത വളർത്തണം. സർഗപരമായ പ്രകടനങ്ങൾക്ക് അനുയോജ്യമായ സന്ദർഭങ്ങൾ സൃഷ്ടിക്കണം. കഠിന പ്രയത്നം, സ്ഥിരപരിശ്രമം, സ്വാശ്രയ ബോധം, ആത്മവിശ്വാസം തുടങ്ങിയ ആരോഗ്യശീലങ്ങൾ കുട്ടികളിൽ വികസിപ്പിക്കുക. പരീക്ഷയിലെ മാർക്കുകൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം അവസാനിപ്പിക്കുക. കാരണം പലപ്പോഴും പരീക്ഷകളിലെ മാർക്കുകൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം അത് കുട്ടിയുടെ സർഗാത്മകതയെ നശിപ്പിക്കുകയാണ്. രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ അധികാര മനോഭാവ പ്രവണതകൾ
ഒഴിവാക്കുക എന്നാണ് ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ ആവശ്യപ്പെടുന്നത്. അധ്യാപകൻ എന്ന് പറയുന്നത് ഇപ്പോ അധ്യാപകന്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അധ്യാപകന്റെ സ്ഥാനം എന്താണ് ഇപ്പോ? അധ്യാപകൻ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് ആയിരുന്നു. അത് പിന്നീട് ഫെസിലിറ്റേറ്റർ എന്ന സ്ഥാനത്തേക്ക് മാറ്റി. ഇപ്പോ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പൊസിഷൻ ഓഫ് എ ടീച്ചർ. ആർക്കും ഒരു അഭിപ്രായം ഇല്ലേ? അമ്മയുടെ സ്ഥാനമാണോ സാറേ? മെന്റർ സഹരക്ഷകർത്താവാണ് അധ്യാപകന്റെ സ്ഥാനം. ആധുനിക കാഴ്ചപ്പാടിൽ അധ്യാപകൻ ആരാണ്? മെന്ററാണ് കേട്ടോ, മെന്റർ. അപ്പൊ ഉപകരണങ്ങളും വസ്തുക്കളും നൽകി കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, ഭാവനാ വികസനത്തിന് സമ്പൂർണമായ സ്വാതന്ത്ര്യം നൽകുക, ഇവയാണ് കുട്ടികളിൽ സർഗാത്മകത വളർത്താൻ അധ്യാപകന് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോ എന്തൊക്കെയാണ് സർഗാത്മകത വളർത്താൻ ഒരു അധ്യാപകന് ചെയ്യാൻ പറ്റുന്നത്? ഒരു പ്രശ്നത്തിന്റെ നിർദ്ധാരണത്തിന് സഹായകമായ നിരവധി ആശയങ്ങളെ കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിൽ മൗലികത പ്രോത്സാഹിപ്പിക്കുക, സർഗപരമായ പ്രകടനങ്ങൾക്ക് സഹായകമായ അനുയോജ്യ സാഹചര്യവും സൃഷ്ടിക്കുക, കഠിന പ്രയത്നം, സ്ഥിര പരിശ്രമം, സ്വാശ്രയബോധം, ആത്മവിശ്വാസം എന്നിവ വളർത്തുക, ഉപകരണങ്ങളും വസ്തുക്കളും നൽകി കുട്ടികളുടെ കലാപരമായ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക, ഭാവനാ വികസനത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക. ഒരു അധ്യാപകന് സർഗപരത വർദ്ധിപ്പിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്. ക്ലിയർ ആയോ? സർ ഒന്നുകൂടി പറയണം സർ. കുട്ടികളിൽ സർഗപരത വളർത്താൻ അധ്യാപകന്റെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ പങ്ക്? ഒന്ന്, ഒരു പ്രശ്നത്തിന്റെ നിർദ്ധാരണത്തിന് സഹായകമായ നിരവധി ആശയങ്ങൾ കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കുക. രണ്ട്, കുട്ടികളിൽ മൗലികത പ്രോത്സാഹിപ്പിക്കുക. മൂന്ന്, സർഗപരമായ പ്രകടനങ്ങൾക്ക് സഹായകമായ സന്ദർഭവും സാഹചര്യവും സൃഷ്ടിക്കുക. നാല്, കഠിന പ്രയത്നം, സ്ഥിര പരിശ്രമം, സ്വാശ്രയബോധം, ആത്മവിശ്വാസം തുടങ്ങിയ ശീലങ്ങൾ വികസിപ്പിക്കുക. ഉപകരണങ്ങളും വസ്തുക്കളും നൽകി കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. ഭാവന വികസനത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക. ക്ലിയർ ആയോ? ലാസ്റ്റ് പറഞ്ഞ 2 സെന്റൻസ് ഒന്നുകൂടെ പറയാമോ സാർ? സ്വാശ്രയബോധം, ആത്മവിശ്വാസം തുടങ്ങിയ ശീലങ്ങൾ. കഠിന പ്രയത്നം, സ്ഥിര പരിശ്രമം, സ്വാശ്രയബോധം, ആത്മവിശ്വാസം തുടങ്ങിയ ആരോഗ്യശീലങ്ങൾ കുട്ടികളിൽ വികസിപ്പിക്കുക. ഉപകരണങ്ങളും വസ്തുക്കളും നൽകി കലാപരമായ നിർമ്മിതികളിലൂടെ പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ കലാപരമായ കഴിവുകളും വികസിക്കുവാനുള്ള അവസരം നൽകുക. ഭാവനാ വികസനത്തിന് സമ്പൂർണമായ സ്വാതന്ത്ര്യം അനുവദിക്കുക. കുട്ടിയുടെ ഭാവന വികസിക്കുവാനായിട്ട് സമ്പൂർണമായ സ്വാതന്ത്ര്യം കുട്ടിക്ക് അനുവദിക്കുക. ക്ലിയർ ആയോ? ഓക്കെ സർ.
മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് മന്ദപഠിതാക്കൾ അഥവാ പിന്നോക്കം നിൽക്കുന്ന ശിശുക്കൾ. IQ 70 മുകളിലുണ്ടെങ്കിലും മറ്റു സഹപാഠികളെ അപേക്ഷിച്ച് മന്ദഗതിയിൽ മാത്രം പഠിക്കാൻ കഴിയുന്നവരെയാണ് മന്ദപഠിതാക്കൾ എന്ന് പറയുന്നത്. താഴെയല്ലേ IQ 70 മുകളിൽ താഴെയല്ലേ സാർ? 70 താഴെ. 70 താഴെയുള്ളവര് നമ്മള് ഫീബിൾ മൈൻഡഡ് അല്ല 70 താഴെയുള്ള മന്ദപഠിതാക്കളും 70 to 79 ബോർഡർ സാർ പറഞ്ഞു. ബോർഡർ ലൈൻ അതിർത്തി രേഖയിലുള്ള ആൾക്കാരാണ്. ഈ അതിർത്തി രേഖയിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് IQ ഉയർന്നതാണ്. പക്ഷേ IQ ഉയർന്നതാണെങ്കിലും തങ്ങളുടെ സഹപാഠികളെക്കാൾ പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണിവർ. ഇവരുടെ IQ എന്ന് പറയുന്നത് ഇവരുടെ പ്രായത്തിനേക്കാൾ താഴെയാണ്, ശരാശരിയേക്കാൾ താഴെയാണ് ഇവരുടെ IQ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മവിശ്വാസവും ആത്മാഭിമാനവും കുറവായിരിക്കും. അതിനാൽ ആശയങ്ങളെ വളരെ ലളിതവൽക്കരിക്കാനുള്ള മന്ദപഠിതാക്കൾ എന്ന് പറയുന്നത് എത്ര ശതമാനം എന്ന് പറഞ്ഞത്? മന്ദപഠിതാക്കൾ സാറ് പറഞ്ഞു 70 താഴെയാണ് മന്ദപഠിതാക്കൾ എന്നാണ് പറഞ്ഞു തന്നത്. പക്ഷെ 70 കുറവുള്ളവരെയാണ് മന്ദപഠിതാക്കൾ എന്നാണ് ഇതിനകത്ത് ടെക്സ്റ്റിലൊക്കെ കിടക്കുന്നത്. 70 താഴെ താഴെയുള്ള 70 കുറവുള്ളവർ തന്നെ മന്ദപഠിതാക്കൾ. 70 കുറവ് തന്നെ മന്ദപഠിതാക്കൾ. അതിന് 3 തിരിച്ചിട്ടുണ്ട്. അതല്ലേ മുമ്പേ സാറ് പറഞ്ഞത് മൊറോൺസും ഇംബസൈൻസും ഇഡിയറ്റ്സും? ഓ അതെ അതെ അതെ. ഇപ്പൊ സാറ് പറഞ്ഞത് അതിനെ കുറിച്ചാണോ? അതെ അതെ. അല്ല 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 ഇപ്പൊ പറഞ്ഞത് അതിർത്തി രേഖയിലുള്ളവരാണ്. അതിർത്തി രേഖയിലുള്ളവരാണ് പറഞ്ഞത്. മന്ദപഠിതാക്കളെ കുറിച്ചാണ് ഇപ്പൊ പറയണത്. അല്ല, ബോർഡർ ലൈൻ ഉള്ളവരെയല്ലേ പക്ഷെ ഹെഡിങ് മന്ദപഠിതാക്കൾ എന്നല്ലേ എഴുതാൻ പറഞ്ഞു. അത് സാറിന് മാറിപ്പോയതാണ്. മന്ദപഠിതാക്കൾ സാറ് 70 മുകളെന്ന് പറഞ്ഞപ്പോ നമ്മൾ തർക്കിച്ചില്ലേ? അപ്പൊ സാറ് സോറി പറഞ്ഞില്ല, അതിർത്തി രേഖയിലുള്ളവരാണെന്ന്. 70 താഴെ എന്നല്ലേ എഴുതാൻ പറഞ്ഞത്? അല്ലല്ല, 70 മുകളിലുള്ള 70 മുകളിലെന്നാണ് പറഞ്ഞത്. ബോർഡർ ലൈനിലുള്ള 70 to 79 20 79 മുകളിലുള്ള 79 വരെയുള്ളതാണ് അതിർത്തി പഠിതാക്കൾ എന്ന ഘട്ടത്തിൽ വന്നത്. അതിനെ കുറിച്ചാണ് ഇപ്പൊ സാറ് പറയുന്നത് കേട്ടോ. ചോദിച്ച എനിക്ക് ക്ലാസ് കുഞ്ഞെ വിളിക്ക ക്ലാസ്. ഇന്ന് 10 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ നോക്കിയില്ലായിരുന്നു, നെറ്റ് ഇല്ലായിരുന്നു. 10 മണി തൊട്ട് 1 മണി വരെ ഉണ്ടായിരുന്നു. ഹലോ, രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. അല്ലടെ, ഒന്ന് നോട്ട്സ് ആരെങ്കിലും ഒന്ന് ഇട്ട് തന്നാലും മതി കേട്ടാ, നമ്മുടെ ഗ്രൂപ്പിലോട്ട്. നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കേറാൻ നോക്കിയിട്ട് 11:30 വരെ കേറാൻ നോക്കിയിട്ട് പറ്റണില്ല. ലെഫ്റ്റ് ആയിട്ട് പോണു. ക്വസ്റ്റ്യൻ തന്നോ? ക്വസ്റ്റ്യന് എന്തെങ്കിലും അടയാളപ്പെടുത്തി, ടെസ്റ്റിൽ അടയാളപ്പെടുത്തി തന്ന പോയിന്റ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലിടോ. ടെക്സ്റ്റ് ഉള്ളതാണോ ചേച്ചിക്ക്? ടെക്സ്റ്റ് ഉള്ളതാണോ? ടെസ്റ്റ് ഉള്ളതാണ്. അതിന്റെ പോയിന്റ് ഒന്ന് ഇട്ട് തന്നെങ്കിൽ മതിയായിരുന്നു.
160 പേജ് തൊട്ടാണ് രാവിലെ എടുത്തത് കേട്ടോ. 160 അല്ലേ? അതെ അതെ. 160. ബുദ്ധിമാപനം, പിന്നെ എന്താണ് ബഹുതര ബുദ്ധി സിദ്ധാന്തം, മാനസിക ശേഷി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ഘടക സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമാണേ. ഘടക സിദ്ധാന്തം. പിന്നെ അതിന്റെ ഘടക IQ സിദ്ധാന്തം. ലെവല് കണ്ടുപിടിക്കുന്നത് അതൊക്കെ രാവിലെ പഠിപ്പിച്ചതാണേ. സാറിന്റെ നെറ്റ് കട്ടായി പോയതാണ്. സാർ ലെഫ്റ്റ് അയക്കുവാണ്. നോട്ട്സ് എല്ലാം സാറിന്റെ അടുത്ത് നമുക്ക് ഇട്ട് തരാൻ പറയണം. കാര്യം ഹലോ നമുക്ക് എന്താണ്, എന്നെ വിളിച്ചോ? ഹലോ റീജാമോൾ ടീച്ചർ അല്ലേ? അതെ, പറഞ്ഞോളൂ. ടീച്ചറെ, എനിക്ക് ഞാൻ വാങ്ങിച്ച ടെസ്റ്റ് നിങ്ങൾ വാങ്ങിച്ച ടെസ്റ്റ് യാതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ നിന്ന് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾ വാങ്ങിച്ചവര് ആ ടെസ്റ്റിന്റെ ഒരു ഫ്രണ്ട് പേജ് ഒന്ന് ഇട്ട് തരുമോ ആരെങ്കിലും? മനഃശാസ്ത്രമാണ്. ഹലോ, ഹലോ, കേൾക്കാം സാർ, പറയണം. കുലങ്കഷമായ ചർച്ചയിലായിരുന്നോ? ഞങ്ങൾ രാവിലെ സാർ എടുത്ത 1-2 പേർക്ക് കയറാൻ പറ്റിയില്ല, അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഓക്കെ ഓക്കെ. അപ്പോ ഈ ബോർഡർ ലൈനിലുള്ള അല്ലെങ്കിൽ ഈ ശരാശരിയേക്കാൾ താഴ്ന്ന നിലയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നമ്മൾ നോക്കുന്നത്. ഇനി ശരാശരിയേക്കാൾ താഴ്ന്ന നിലയിലുള്ള കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പറഞ്ഞു, ഇവർക്ക് തങ്ങളുടെ സഹപാഠികളുടെ ഒപ്പം എത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതിനാൽ ഇവരിൽ ആത്മവിശ്വാസം, ആത്മാഭിമാനം ഇവ കുറവായിരിക്കും. ആശയങ്ങളെ അങ്ങേയറ്റം ലളിതവൽക്കരിക്കാനുള്ള പ്രവണത, സാമാന്യവൽക്കരിക്കാനുള്ള കഴിവില്ലായ്മ, ഹ്രസ്വകാല സ്മരണ ശ്രദ്ധ, പഠനവസ്തുവിൽ ഉൾപ്പെടെ ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാനുള്ള വാസന, മന്ദഗതിയിലുള്ള ഭാഷാ വികസനം എന്നിവ ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഭൗതിക സ്വഭാവത്തിൽ പല പല മാറ്റങ്ങൾ ഈ ബോർഡർ ലൈനിലുള്ളവർക്കുണ്ട്, ശരാശരിയേക്കാൾ താഴ്ന്നവർക്കുണ്ട്. ആശയങ്ങളെ അങ്ങേയറ്റം ലളിതവൽക്കരിക്കാനുള്ള പ്രവണത, കാര്യം ഇവർക്ക് വലിയ തോതിലുള്ള ആശയങ്ങളെ വികസിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. ഹ്രസ്വകാല സ്മരണയായിരിക്കും. സ്മരണ വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ ഇവർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ശ്രദ്ധയും. ഏതെങ്കിലും ഒരു വസ്തുവിൽ മാത്രമായിരിക്കും ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുക. വളരെ മന്ദഗതിയിലായിരിക്കും ഇവരുടെ ഭാഷാ വികസനം. ഇത് ഇത്തരക്കാരുടെ പ്രത്യേകതകളാണ്. മന്ദപഠിതാക്കളെ, അല്ലെങ്കിൽ ആ മന്ദപഠിതാവ് എന്നുള്ളതല്ല, ആ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ, ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മനോവിഷമം ഉണ്ടാക്കുന്ന സങ്കീർണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഇവർക്ക് ലളിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന പഠന പ്രവർത്തനങ്ങളായിരിക്കണം നൽകേണ്ടത്. അത്തരത്തിൽ പഠന പ്രവർത്തനം നൽകുമ്പോൾ ഇവരിൽ ആത്മവിശ്വാസം ഉയരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഹ്രസ്വമായ പാഠഭാഗങ്ങൾ ഇവർക്ക് നൽകുന്നു. തുടർച്ചയായി ശ്രദ്ധയും അതുപോലെ പ്രയത്നവും ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഇവർക്കായി ആസൂത്രണം ചെയ്യണം. അധിക പഠനത്തിന് അവസരമൊരുക്കണം. പാഠങ്ങളുടെ അധിക പഠനം, കൂടുതൽ സമയം, ഇവർക്കായി പ്രത്യേക സമയം കണ്ടെത്തുന്നത് നന്നായിരിക്കും.
ക്രമീകൃത ബോധനം ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ്. എന്താണ് ക്രമീകൃത ബോധനം എന്ന് പറഞ്ഞാൽ? പ്രോഗ്രാംഡ് ലേണിംഗ്. കേട്ടിട്ടുണ്ടോ പ്രോഗ്രാംഡ് ലേണിംഗ്? ഇല്ല സർ. മുൻകൂട്ടി തയ്യാറാക്കിയ പഠന വസ്തുക്കൾ അധ്യാപകന്റെ സ്ഥാനം ഏറ്റെടുത്ത് കുട്ടികളെ ഒരു നിശ്ചിത വ്യവഹാരത്തിലൂടെ നയിക്കുന്ന ബോധന രീതിക്ക് പറയുന്ന പേരാണ് ക്രമീകൃത ബോധനം അഥവാ പ്രോഗ്രാംഡ് ലേണിംഗ്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പാഠ്യവസ്തുക്കൾ, മുൻകൂട്ടി നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന പാഠ്യവസ്തുക്കൾ അധ്യാപകന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു. എന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് ടീച്ചർ എന്നല്ല. അധ്യാപകന്റെ സ്ഥാനം പാഠ്യവസ്തുക്കൾ, അതായത് പഠനോപകരണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ആസൂത്രണം ചെയ്യുന്ന അധ്യാപകനാണ്. ആ പഠനോപകരണങ്ങളിലൂടെ മുൻകൂട്ടി തയ്യാറാക്കിയ നമ്മൾ ഏതൊക്കെ ശേഷികളാണോ കുട്ടികൾ നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ശേഷികൾ ആർജിക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് നടപ്പിലാക്കുന്നതിനെ പറയുന്ന പേരാണ് ക്രമീകൃത ബോധനം. നിങ്ങൾ അംഗൻവാടികളിൽ ഇതൊക്കെ ചെയ്തതാണ്. കാരണം ധാരാളം പഠനോപകരണങ്ങൾ വഴി കുട്ടികളെ, ഇപ്പൊ എണ്ണൽ സംഖ്യ കുട്ടികൾ അറിയാതെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാറില്ലേ, മഞ്ചാടി ഉപയോഗിച്ചുകൊണ്ട്? ഉണ്ട്. ക്രമീകൃത ബോധനം വാക്കാണ് അറിയാൻ മേലാത്തത്. ഇങ്ങനെ വാക്കാണ് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്. നിങ്ങളത് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ ആ വാക്ക് നിങ്ങൾക്ക് ഇല്ല, വാക്കറിയത്തില്ല. ക്രമീകൃത ബോധനം എന്ന് വെച്ചാൽ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നു 1, 2, 3 നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യുക? മുൻകൂട്ടി തയ്യാറാക്കിയ പാഠ്യവസ്തുക്കൾ അധ്യാപകന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നിശ്ചിത കൂട്ടം വ്യവഹാരങ്ങളിലേക്ക് കുട്ടികളെ ആനയിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ക്രമീകൃത ബോധനം. വിവിധ കളറുള്ള കോയിനുകൾ, വിവിധ കളറുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മഞ്ചാടി ഉപയോഗിച്ച്, കുന്നിക്കുരു ഉപയോഗിച്ച് എണ്ണൽ സംഖ്യ പഠിപ്പിക്കുന്നു. ഒപ്പം തന്നെ കൂട്ടങ്ങളാക്കുന്നു. 1 എന്ന് പറയുമ്പോൾ 1 മഞ്ചാടി, 2 എന്ന് പറയുമ്പോൾ 2 മഞ്ചാടി, 3 എന്ന് പറയുമ്പോൾ 3 മഞ്ചാടി, അല്ലെങ്കിൽ 4 എന്ന് പറയുമ്പോൾ 4 മഞ്ചാടി. അങ്ങനെ നമ്മള് കുട്ടികളെ അവരറിയാതെ തന്നെ അവര് എണ്ണൽ സംഖ്യ അവര് പഠിച്ചു പോകും. അവിടെ അധ്യാപകന്റെ സ്ഥാനം പഠന ഉപകരണത്തിനാണ്. മനസ്സിലായല്ലോ? ഇതിനെയാണ് ക്രമീകൃത ബോധനം. ആ വാക്ക് നോട്ട് ചെയ്തോളണം. ക്രമീകൃത ബോധനം അഥവാ പ്രോഗ്രാംഡ് ലേണിംഗ്. ആ പ്രോഗ്രാംഡ് ലേണിംഗ് ഉപയോഗിക്കുന്നു ഇത്തരം കുട്ടികൾക്ക്. അപ്പൊ ഇവർക്ക് പഠനം രസകരമായിരിക്കും. കാരണം കളികളാണ് അവിടെ പ്രാധാന്യം. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ കളി ഇഷ്ടപ്പെടുന്നവരാണ്. കളികളാണ് കുട്ടികൾക്ക്. അതുകൊണ്ടാണ് കളികളിലൂടെ പഠിപ്പിക്കുക. കളി രീതി നമുക്കറിയാം. ആരാണ് അതിന്റെ ഉപജ്ഞാതാവ് എന്നറിയാവോ? കളി രീതി, പ്ലേ വേ മെത്തേഡ്. ആരാണ് കളി രീതിയുടെ ഉപജ്ഞാതാവ്? അവിടെ ശരിയാണ്. മോണ്ടിസോറി അല്ലേ സാർ? അല്ല, ഫ്രോബലാണ് സാർ. ഫ്രോബൽ കളി രീതിയുടെ ഉപജ്ഞാതാവ് ഫ്രോബലാണ്. മൊണ്ടിസോറി പഠനോപകരണങ്ങൾ, ഡിഡാക്ടിക് മെറ്റീരിയൽസ്, മൊണ്ടിസോറി പഠനോപകരണങ്ങളാണ് മറിയ മൊണ്ടിസോറിയുടെ. ഫ്രോബൽ കളി രീതിയുടെ ഉപജ്ഞാതാവ്. പഠന ഉപകരണങ്ങളിലൂടെ, നിശ്ചിതമായ ഒരു കൂട്ടം പഠനോപകരണങ്ങളിലൂടെ, പഠന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠനത്തിലേക്ക് നയിക്കുന്നു. വളരെ ചിലവേറിയതാണ് ഈ മൊണ്ടിസോറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്നാൽ കളി രീതി കുറച്ചുകൂടെ ആയാസരഹിതമാണ്, ചിലവ് കുറഞ്ഞതുമാണ്. കളി രീതിയാണ്. മനസ്സിലായോ? അപ്പം മന്ദപഠിതാക്കളെ അല്ലെങ്കിൽ എന്താണ് ഈ ബോർഡർ ലൈനിലുള്ള, അതായത് പഠനത്തിൽ ശരാശരിക്ക് താഴെയുള്ളവരുടെ
വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവരിൽ മനോവിഷമം ജനിപ്പിക്കാൻ കാരണമാകുന്ന സങ്കീർണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, ഇവർക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്ന ലഘുവായ പഠന പ്രവർത്തനങ്ങൾ മാത്രം നൽകുക. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ആത്മവിശ്വാസം ഇവരിൽ വളർത്തുക, കുറഞ്ഞ സമയത്തിൽ പൂർത്തിയാക്കാവുന്ന ഹ്രസ്വമായ പാഠഭാഗങ്ങളായിരിക്കണം നൽകേണ്ടത്, അധിക പഠനത്തിനുള്ള അവസരം ഒരുക്കണം, ക്രമീകൃത ബോധനം നൽകണം. നിർദ്ദിഷ്ട അഭ്യാസം ക്രമമായി പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇവ പരിശോധിച്ച് രേഖപ്പെടുത്തി നമ്മൾ റെമഡിയൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം. എന്താണ് റെമഡിയൽ എന്ന് പറയാമോ? പരിഹാര പ്രവർത്തനങ്ങൾ. റെമഡിയൽ ടീച്ചിങ് എന്ന് പറയും. പരിഹാര ബോധനം. റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഹാര ബോധനം. എന്താണ് ഈ പരിഹാര ബോധനം എന്ന് പറഞ്ഞാൽ? സാർ അതൊന്ന് പറയണം സാർ. എക്സ്ട്രാ കൊടുക്കുന്നതല്ലേ? നിർദ്ദിഷ്ട അഭ്യാസങ്ങൾ ക്രമമായി പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി അവ രേഖപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ നിർദ്ദിഷ്ട അഭ്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങളുടെ മുമ്പിൽ 10 കുട്ടികൾ ഇരിപ്പുണ്ട്. ഈ 10 കുട്ടികളെ നമ്മൾ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിക്കുന്നു. ഈ എണ്ണാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ 1 മുതൽ 10 വരെ എണ്ണാൻ കഴിഞ്ഞ കുട്ടികളുടെ നമ്മൾ മൂല്യനിർണ്ണയം നടത്തുമല്ലോ. ആ മൂല്യനിർണ്ണയം നടത്തി 1 മുതൽ 10 വരെ എഴുതാൻ കഴിയുന്ന കുട്ടികളെ നമ്മൾ ആരൊക്കെയാന്ന് കണ്ടെത്തുന്നു. 1 മുതൽ 10 വരെ എഴുതാൻ കഴിയാത്ത കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി നിർത്തി ഒന്നുകൂടി പഠിപ്പിക്കും. മാറ്റി നിർത്തി ഒന്നുകൂടി പഠിപ്പിക്കും. അതുതന്നെയാണ് എണ്ണാനുള്ള വസ്തുക്കൾ കാണിച്ചു കൊടുത്ത് ഒന്നുകൂടി പറഞ്ഞു കൊടുത്ത് അവരെ, അത് തന്നെയാണ് പരിഹാര ബോധനം എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ വീണ്ടും എന്ത് നൽകുന്നു? അധിക ബോധനം. മനസ്സിലായോ? സ്കൂളുകളിൽ റെമഡിയൽ ക്ലാസ് കൊടുക്കാറുണ്ട്. അതിനെയാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്കൂളുകളെ സംബന്ധിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ലെസൺ പ്ലാൻ ഒന്നുമില്ല അംഗൻവാടിയിൽ. പക്ഷെ ഉണ്ടോ? എനിക്കറിയില്ല. പോർട്ട്ഫോളിയോ ഉണ്ട്. പോർട്ട്ഫോളിയോ ഉണ്ടോ? എന്തുവാ പോർട്ട്ഫോളിയോ? കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള് എല്ലാം കളക്ട് ചെയ്ത് വെച്ച് അത് ഉള്ള ആ ഒരു പ്രവർത്തനമാണ്. അതാണ് പോർട്ട്ഫോളിയോ. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ ഇന്ന കാര്യം ചെയ്തു എന്നുള്ളത് ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് പോർട്ട്ഫോളിയോയിൽ സൂക്ഷിച്ച്. അല്ല, ടീം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പാഠ്യപദ്ധതിയിൽ കുട്ടികൾ ചെയ്യുന്ന വർക്കുകൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുക. അത് മാത്രമാണോ പോർട്ട്ഫോളിയോ? അതിൽ കൂടി അവരെ മൂല്യനിർണ്ണയം നടത്തി അതിന്റെ ഒരു രക്ഷകർത്താക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് പോർട്ട്ഫോളിയോ. എനിക്ക് നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ എനിക്കൊരു വാക്കാണ് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ എടുത്തെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. പരിഹാര ബോധനം അല്ലടോ, അത് റെമഡിയൽ ടീച്ചിങ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പഠന വികസന രേഖ മാത്രമല്ല. എന്തോ ഷീബേ? സമഗ്ര വികസനം, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. അവിടെ ആരാത് പറഞ്ഞത്? രഞ്ജിനിയാണോ? അതെ, അതാണ് എനിക്ക് കിട്ടേണ്ട വാക്ക്. ഒരു കുട്ടിയെ സംബന്ധിക്കുന്ന കുട്ടിയുടെ സമഗ്ര വികസന രേഖയ്ക്ക് പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ. എനിക്ക് ആ വാക്കായിരുന്നു കിട്ടേണ്ടത്. അതാ ഞാൻ ഈ എടുത്തെടുത്ത് നിങ്ങളെ കൊണ്ട് തന്നെ ഉത്തരം പറയിക്കാനാണ്. കാരണം നിങ്ങൾ അതിന് പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം. അത് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കുന്നു. അതിന്റെ ആ പദമാണ് നമുക്ക് പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ശരിയല്ലേ? നിങ്ങൾ ചെയ്യുന്നതല്ലേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ? അതെ സർ, ഇതെല്ലാം ചെയ്യുന്നത് തന്നെ സർ, ചെയ്യുന്നത് തന്നെ. പക്ഷെ അതിന് ചില പദങ്ങളുണ്ട്. സമഗ്ര വികസന രേഖ, അതായത് കുട്ടിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി, അവന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അവന്റെ ശാരീരിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവന്റെ മാനസിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ,
അവന്റെ സാൻമാർഗിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവന്റെ ബൗദ്ധിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ ഒറ്റ പദം, രഞ്ജിനി പറഞ്ഞ ഒറ്റ പദമാണ് ഒരു ശിശുവിന്റെ സമഗ്ര വികസന രേഖ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സമഗ്ര വികസന രേഖയാണ്. ആ സമഗ്ര വികസന രേഖ അതിന് തയ്യാറാക്കി നമ്മൾ കരുതുന്നു. എന്താ ഈ സമഗ്ര വികസന രേഖയുടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമഗ്ര വികസന രേഖയ്ക്ക്, പോർട്ട്ഫോളിയോയ്ക്ക്. കാരണം ഇപ്പോ ശ്രീലത ഒരിടത്ത് വർക്ക് ചെയ്യുന്നു. ശ്രീലതയ്ക്ക് അടുത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റമായി പോയി. ശ്രീലതയ്ക്ക് പകരമായിട്ട് വരുന്നത് ലതികയാണ്. പുതുതായി വരുന്ന ലതികയ്ക്ക് അറിയാമോ ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വികസന നിലവാരം എവിടം വരെയാണ് കുഞ്ഞുങ്ങൾ വികസനം നേടിയെന്നുള്ളത്? അറിയില്ല. ഇല്ല. ഈ ശ്രീലത ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോകാൻ പറ്റുമോ ലതികയ്ക്ക്? പറ്റില്ല. പോളിയോയില് നോക്കാൻ പറ്റും. അപ്പൊ പോർട്ട്ഫോളിയോ അസസ്മെന്റിലൂടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് നിലവാരത്തിലെത്തി എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ ശിശുവിന്റെയും സമഗ്രമായ വികസന രേഖ നമ്മൾ എഴുതി തയ്യാറാക്കി സൂക്ഷിച്ചു വെക്കുന്നു. അധ്യാപകൻ കയ്യിൽ സൂക്ഷിക്കേണ്ട പരമപ്രധാനമായ ഒരു രേഖയാണ് എന്ന് പറയുന്നത്. നിങ്ങൾ ICDS സൂപ്പർവൈസർമാരായാൽ നിങ്ങൾ അംഗൻവാടികളിലൊക്കെ ഇൻസ്പെക്ഷന് പോണ്ടി വരത്തില്ലേടെ? ഇൻസ്പെക്ഷൻ ചെല്ലുമ്പോ നിങ്ങൾ അവിടെ ചെല്ലുമ്പോ എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ പരിശോധിക്കുന്നത്? പിന്നെ കുട്ടികളെ പ്രവർത്തനങ്ങളെല്ലാം നോക്കും. ഈ പോർട്ട്ഫോളിയോ നോക്കും സാർ. പോർട്ട്ഫോളിയോ നോക്കും സാർ എന്നല്ല, ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് പോർട്ട്ഫോളിയോ ചെക്കിങ്ങിനാണ്. ബാക്കി രജിസ്റ്ററുകളൊക്കെ സെക്കൻഡറിയേ ഉള്ളൂ. ബാക്കി എല്ലാ രജിസ്റ്റർ പരിശോധനയും സെക്കൻഡറിയാണ്. പ്രൈമറി നമ്മൾ പ്രഥമ പരിഗണന നൽകുന്നത് പോർട്ട്ഫോളിയോയ്ക്കാണ് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത അസാമാന്യ ശിശു എന്ന് പറയുന്നത് അണ്ടർ അച്ചീവർ ആണ്. അണ്ടർ അച്ചീവർ, ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ. നേട്ടങ്ങൾ സ്ഥിരമായി തന്റെ നൈസർഗിക ശേഷിക്ക് വളരെ താഴെ നിൽക്കുന്ന കുട്ടികൾ. കുട്ടിക്ക് ഒരു നൈസർഗികമായ ശേഷിയുണ്ട്, പക്ഷെ അതിലും വളരെ താഴെയാണ് നേട്ടങ്ങൾ. അത് സ്ഥിരമായി താഴെ നിൽക്കുകയാണ്. ഇത്തരം ശിശുക്കളെയാണ് അണ്ടർ അച്ചീവർ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി അതിൽ നിന്നും വളരെ താഴ്ന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കുഞ്ഞുങ്ങൾ. ക്ലിയർ ആയോ? നേരത്തെ നമ്മൾ പറഞ്ഞത് ബോർഡർ ലൈൻ ഉള്ളതെന്ന് പറയുന്നത് ശരാശരിയിൽ നിന്ന് താഴെയുള്ളവരാ. ഇത് കുട്ടിയുടെ ബുദ്ധി നിലവാരമുണ്ട്, ഒരു ബുദ്ധി നിലവാരം. ആ ബുദ്ധി നിലവാരത്തിൽ നിന്നും വളരെ താഴെയാണ് കുട്ടിയുടെ പ്രകടനം. അത്തരം കുട്ടികളെയാണ് നമ്മൾ അണ്ടർ അച്ചീവർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? തങ്ങളുടെ പ്രായത്തിനോ വികസന നിലവാരത്തിനോ ഒത്ത തരത്തിലുള്ള ഒരു പ്രകടനം കുട്ടിയിൽ നിന്നും ഉണ്ടാകാറില്ല. ഇത്തരം കുട്ടികളെ അണ്ടർ അച്ചീവർ, ശേഷിക്കൊത്ത് നേട്ടം കൈവരിക്കാത്തവർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ അണ്ടർ അച്ചീവർമാർ രണ്ട് തരത്തിലുണ്ട്. അണ്ടർ അച്ചീവർമാർ രണ്ട് തരത്തിൽ: സാന്ദർഭിക അണ്ടർ അച്ചീവർ, സ്ഥിര അണ്ടർ അച്ചീവർ. സാന്ദർഭികമായ അണ്ടർ അച്ചീവറും സ്ഥിരമായ അണ്ടർ അച്ചീവറുമുണ്ട്. സാന്ദർഭികമായ അണ്ടർ അച്ചീവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാന്ദർഭികമായ അണ്ടർ അച്ചീവർമാർ തങ്ങളുടെ മാനസിക സ്ഥിതിക്കൊത്ത് ചിലപ്പോൾ മാത്രം പ്രതീക്ഷയ്ക്കൊത്ത നേട്ടം കൈവരിക്കും. അക്കാദമിക പ്രവർത്തനങ്ങളിൽ വേണ്ട പോലെ ഏർപ്പെടില്ല ഇവർ.
ഇതൊരു പക്ഷേ ചിലപ്പോൾ ഇവർ നേട്ടം കൈവരിക്കുന്നു, എന്നാൽ ചിലപ്പോൾ നേട്ടം കൈവരിക്കുന്നില്ല. ഇങ്ങനെയുള്ളവരാണ് സാന്ദർഭികമായ അണ്ടർ അച്ചീവർമാർ. സാന്ദർഭികമായ അണ്ടർ അച്ചീവർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വൈകാരിക സംഘർഷമാണ്. വൈകാരികമായ സംഘർഷം. ചിലപ്പോ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെ സുഹൃത്ത് ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അധ്യാപകനുമായുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വൈകാരിക പ്രശ്നങ്ങൾ മൂലം സാന്ദർഭികമായി ഉദ്ദേശിച്ച നേട്ടം കൈവരിക്കാത്ത കുട്ടികളെയാണ് സാന്ദർഭിക അണ്ടർ അച്ചീവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സ്ഥിരമായ അണ്ടർ അച്ചീവർ. ഇത്തരം ശിശുക്കൾ സ്ഥിരമായി തങ്ങളുടെ ബുദ്ധി നിലവാരത്തിലും വളരെ താഴ്ന്ന തരത്തിലുള്ള പ്രകടനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. സ്ഥിരം അസ്വസ്ഥരാണിവർ. ചിലപ്പോൾ അക്രമങ്ങൾ കാണിക്കാൻ വരെ ഇവർ മുതിരാം. സ്വന്തം പ്രതിഭ വളർത്താൻ ഇവർ ഒന്നും ചെയ്യില്ല. സ്വന്തം പ്രതിഭ വളർത്താനായിട്ട് ഇവർ ഒന്നും ചെയ്യില്ല. സ്ഥിര വൈകാരിക സംഘർഷം ഏർപ്പെടുന്നവരാണ്. സ്ഥിരമായി തങ്ങളുടെ ബുദ്ധി നിലവാരത്തിനൊത്ത നേട്ടം ഇവർ പ്രകടിപ്പിക്കാറില്ല. ഇത്തരം കുട്ടികളാണ് സ്ഥിരമായ അണ്ടർ അച്ചീവർമാർ. ഇതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കുണ്ട്. ഈ സ്ഥിരമായ അണ്ടർ അച്ചീവർമാരിൽ 80% ആൺകുട്ടികളാണ്. സ്ഥിരമായ അണ്ടർ അച്ചീവർമാരിൽ 80% ആൺകുട്ടികളാണ്. വൈകാരികമായ പ്രശ്നങ്ങൾ ഇവർ പ്രകടിപ്പിക്കുന്നു. കായികമോ വികസനപരമോ ആയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. തങ്ങളുടെ പ്രതിഭ വളർത്താൻ ഇവർ ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ അക്രമ സ്വഭാവം വരെ ഇവർ കാണിച്ചു കൂട്ടാം. സ്ഥിരമായ മാനസിക സംഘർഷം ഇവർ അനുഭവിക്കുന്നവരാണ്. ഇവർക്ക് ചില സവിശേഷതകളുണ്ട്. കഴിവും നേട്ടവും തമ്മിൽ ഇവർ ഒരിക്കലും പൊരുത്തപ്പെടില്ല. ഇവർക്ക് കഴിവുണ്ട്, പക്ഷെ നേട്ടം പ്രകടിപ്പിക്കില്ല. എന്താണ് ഷീജ? ഷീജ കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. കഴിവും നേട്ടവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടത്തില്ല. കാരണം ഇവർക്ക് കഴിവുള്ളവരാണ്, പക്ഷെ ഇവർ നേട്ടം താഴെയാണ്. കഴിവിലും വളരെ താഴെയായിരിക്കും. സ്വന്തം കഴിവിന്റെ നിലവാരത്തിനൊത്ത് പഠനത്തിൽ മുഴുകാൻ ഇവർ തയ്യാറാകുന്നില്ല. ഇവർ തങ്ങൾക്ക് നൽകുന്ന മതിപ്പ് കുറവായിരിക്കും. തങ്ങളെക്കുറിച്ച് തന്നെ അവർക്കൊരു മതിപ്പുണ്ടാവുകയില്ല. മറ്റുള്ളവർ തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്ന് ഇവർ വിശ്വസിക്കുന്നുമില്ല. വിദ്യാലയത്തിലെ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കും. ഇത് വൈകാരികവും വ്യവഹാരപരവുമായ പ്രശ്നങ്ങൾ മൂലമാകാം. പലതരം പഠന വൈകല്യങ്ങൾ ഇവർ പ്രദർശിപ്പിക്കും. ആന്തരിക നിയന്ത്രണം ഇവർക്ക് വളരെ കുറവായിരിക്കും. അപ്പൊ ഇവരുടെ കഴിവും നേട്ടവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടില്ല. തങ്ങളുടെ കഴിവിനൊത്ത് നേട്ടം നേടാൻ തങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നുമില്ല. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ തങ്ങളെ കൊണ്ട് പറ്റും എന്ന് ഇവർ വിചാരിക്കുന്നതേയില്ല. ഇവരുടെ പഠനശീലങ്ങൾ വളരെ മോശമായിരിക്കും. വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും വളരെ താഴ്ന്നതായിരിക്കും. ആന്തരിക നിയന്ത്രണം ഇവർക്ക് കുറവാണ്. ഇവർക്ക് ആന്തരിക നിയന്ത്രണമില്ല. നേടാനുള്ള അഭിപ്രേരണ ദുർബലമാണ്. താഴ്ന്ന ആത്മവിശ്വാസം. ഇതാണ് അണ്ടർ അച്ചീവർമാരുടെ പ്രത്യേകത. ഇനി ഒരു ശിശുവിൽ അണ്ടർ അച്ചീവ്മെന്റ് ഉണ്ടാകാൻ കാരണം എന്താണ്? എന്തുകൊണ്ട്? ഇവർക്ക് കഴിവോ ബുദ്ധിയോ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇവർക്ക് ആ കഴിവിനും ബുദ്ധിക്കും അനുസരിച്ച നേട്ടം ഇവർ കൈവരിക്കാത്തതാണ്. എന്തുകൊണ്ടാവാം ഇവരിൽ ഈ വൈകല്യം ഉണ്ടായത്?
ഒന്ന് ശാരീരിക ഘടകങ്ങളാവാം. ശാരീരിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ തകരാറുകൾ, കായികവും ചാലകപരവുമായ പോരായ്മ, സ്ഥിരമായ രോഗം, ഇവയൊക്കെ ഈ അണ്ടർ അച്ചീവ്മെന്റിന്റെ കാരണമാണ്. അതാണ് ശാരീരിക ഘടകങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം. 2, സാമൂഹിക മാനസിക ഘടകങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞു, കുടുംബപരമായ പ്രശ്നങ്ങൾ, സ്ഥിര പ്രയത്നത്തിനുള്ള കഴിവില്ലായ്മ, സ്കൂളിലെ ചില വിഷയങ്ങളെ സംബന്ധിച്ച ഇവരുടെ മതിപ്പ് കുറവ്, കുടുംബാംഗങ്ങൾ സ്കൂൾ വിഷയങ്ങളുടെ പ്രകടനത്തിൽ കാണിക്കുന്ന അമിതമായ പ്രതീക്ഷ, അച്ഛനമ്മമാർ തമ്മിലുള്ള വൈകാരിക പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ലഭിക്കുന്ന മോശമായ പഠന സൗകര്യം, കുടുംബത്തിലെ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ ഏകാധിപത്യ പ്രവണത. ഇതിൽ ഏറ്റവും പ്രധാനമായി കുടുംബപരമായ ഘടകങ്ങളിൽ പറയുന്നത് കുടുംബത്തിലെ അന്തഛിദ്രം തന്നെയാണ്. സ്ഥിരമായ വഴക്ക് അച്ഛനും അമ്മയും തമ്മിൽ. അപ്പൊ കുടുംബപരമായ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അത് കുട്ടികളിൽ പഠിക്കാനുള്ള താല്പര്യത്തെ നശിപ്പിക്കുന്നു. അത് അണ്ടർ അച്ചീവർ ആകാനുള്ള ഒരു കാരണമാകുന്നു. ഇനി വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുണ്ട്. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലെ അപാകത, അത് ഏറ്റവും വളരെ പ്രശ്നമാണ്. മോശപ്പെട്ട ബോധന രീതി, സ്വയം തെരഞ്ഞെടുപ്പിനുള്ള അവസരമില്ലായ്മ, അനാകർഷകമായ ക്ലാസ് റൂം അന്തരീക്ഷം. ഇനി അക്കാദമിക പ്രശ്നങ്ങൾ. അതിബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് തീരെ ചെറിയ പ്രായം തൊട്ടേ അക്കാദമിക വെല്ലുവിളി നേരിടാതെ പോയാൽ അവർ എളുപ്പത്തിൽ പഠിച്ചു തീർക്കും. അതുവഴി ഇവർക്ക് വിരസതയുണ്ടാകും, പിന്നെ പഠനത്തോടുള്ള താല്പര്യം കുറയും. അതും അണ്ടർ അച്ചീവറിന്റെ ഒരു കാരണമായി തീരാം. നല്ല മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അതിന് അനുയോജ്യമായ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളിൽ നമ്മളൊരു പഠന പ്രവർത്തനം നമ്മൾ കൊച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ ചില പിള്ളേരുണ്ട് വളരെ പെട്ടെന്ന് അത് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം എന്നാൽ മറ്റു കുട്ടികൾ അവരോടൊപ്പം എത്താൻ സമയമെടുക്കും. ഈ സമയം ഈ കുട്ടി വെറുതെ ഇരുന്നാൽ അവൻ വളരെ അസ്വസ്ഥനായിരിക്കും. ശരിയല്ലേ? അവൻ വളരെ പ്രശ്നക്കാരനായി മാറും ക്ലാസ്സിൽ. ശരിയല്ലേ? ശരിയല്ലോടോ? ആണ് സാർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവനെ നമ്മൾ എന്ത് ചെയ്യും? അതിനേക്കാൾ ഉയർന്നത് കൊടുത്ത് അവനെ എൻഗേജ് ചെയ്യിക്കും. അപ്പൊ അവനെ ഇങ്ങനെ എൻഗേജ് ചെയ്യിച്ചോണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇവനിൽ വിരസതയുണ്ടാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇന്ന് പകല് നമ്മൾ ക്ലാസ് എടുത്തു. ഈ പകല് ക്ലാസ് എടുത്ത അതേ കാര്യം തന്നെ ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ആവർത്തന വിരസത ഉണ്ടാവില്ലേ? ഈ എത്ര പേര് ഇതിൽ നിന്ന് ഇപ്പൊ ക്വിറ്റ് ചെയ്ത് പോയേനെ അല്ലേ? അപ്പോ നമ്മൾ പഠിച്ച കാര്യം തന്നെ വീണ്ടും കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അതും ഈ അണ്ടർ അച്ചീവറിന് ഒരു കാരണമാകാം. ഇനി ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം? നേരത്തെ കുട്ടിയുള്ള കണ്ടെത്തലും മാർഗദർശനവും വഴി, ഗൈഡൻസ്, ഇതിനെ കണ്ടെത്തി വിദ്യാലയത്തിൽ കൗൺസിലർമാർ വന്ന് ഇടപെട്ട് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടു കൂടി ഇവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇവരെ അതിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഇവർക്ക് പ്രത്യേകമായ ക്ലാസ് മുറികൾ നൽകുക. വിദ്യാലയ പ്രവർത്തനങ്ങളുമായി ഇവരെ പൊരുത്തപ്പെടുത്തുക. കൂടുതൽ വിദ്യാലയ പ്രവർത്തനങ്ങളുമായി ഇവരെ പൊരുത്തപ്പെടുത്തുന്നു. സ്കൂളും വിദ്യാലയവും തമ്മിലുള്ള പരസ്പര വർത്തനം വർദ്ധിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്കൂളും വിദ്യാലയവും തമ്മിലുള്ള പരസ്പര വർത്തനം എപ്പോഴും. സ്കൂളാണോ സാർ? സാർ സ്കൂളും വിദ്യാലയമാണോ? വീടും വിദ്യാലയം അല്ലേ സാർ? പറഞ്ഞു മാറിപ്പോയി. വീടും വിദ്യാലയവും, അതായത് കുടുംബവും സ്കൂളും തമ്മിലുള്ള പരസ്പര വർത്തനത്തെ വളരെയധികം ശക്തമാക്കുക. ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ. മനസ്സിലായോടെ? ഇതൊന്നും കൂടുതൽ പഠിക്കേണ്ടതും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? ഒന്നാമത്തത് ഒന്നുകൂടെ പറയണം സാർ. ഒന്നാമത്തെ
നേരത്തെ ഉള്ള കണ്ടെത്തലും മാർഗദർശനവും, നേരത്തെയുള്ള കണ്ടെത്തൽ മാർഗദർശനം, അണ്ടർ അച്ചീവർമാരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ മാർഗദർശനം നൽകുക, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വിദ്യാലയ പ്രവർത്തനങ്ങളിൽ ഇവരെ കൂടുതൽ പങ്കെടുപ്പിച്ച് വിദ്യാലയവുമായി പൊരുത്തപ്പെടുത്തുക. 3, കുടുംബവും വിദ്യാലയവും തമ്മിലുള്ള പരസ്പര വർധനം വർദ്ധിപ്പിക്കുക. കുടുംബവും വിദ്യാലയവും തമ്മിലുള്ള പരസ്പര വർധനം വർദ്ധിപ്പിക്കുക. പ്രത്യേക ക്ലാസ് മുറി, ഇവർക്കായിട്ട് പ്രത്യേക ക്ലാസ് മുറികൾ സജ്ജമാക്കുക. ക്ലിയർ ആയോ? ഇനി മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ. മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവരുടെ IQ ലെവല് 70-ലും താഴെയായിരിക്കും. വളരെയേറെ മാനസിക മാന്ദ്യം 70-ൽ വളരെ താഴെയുള്ള കുട്ടികളാണ്. എന്നാൽ ഈ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് പറയാം. തങ്ങളുടെ കുട്ടിക്ക് മാനസികമായ മാന്ദ്യമുണ്ട് എന്ന് മാതാപിതാക്കൾ ഒരിക്കലും വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല. ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടി പഠനത്തിൽ പിന്നോക്കമാകുന്നത് കുട്ടി പഠിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇവരുടെ ധാരണ. മനസ്സിലായോ? കുട്ടി പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നത് അവൻ പഠിക്കാഞ്ഞിട്ടാണ്, അല്ലാതെ എന്റെ മോന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടിക്ക് മാനസിക മാന്ദ്യം ഉണ്ടെന്നും തന്മൂലം എത്ര കഠിനമായി ഇവൻ പ്രയത്നിച്ചാലും സാധാരണ കുട്ടികളുടെ അത്ര സിദ്ധി കൈവരിക്കാനാവില്ല എന്ന് അധ്യാപകർ ചൂണ്ടിക്കാണിച്ചാൽ മാതാപിതാക്കൾ അതൊക്കെ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ല. അത് തന്നെയാണ് ശരിയായ രീതിയിൽ ഈ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിഹാര ബോധനം നൽകാൻ കഴിയാത്തതിന് പ്രധാന കാരണം. കാരണം ഇത്തരം കുട്ടികളെ സാധാരണ സ്കൂളിൽ പ്രവേശിപ്പിച്ചാൽ അവന്റെ പ്രകടനം വളരെ മോശമായിരിക്കും. അതിനാൽ തന്നെ അവൻ ഒന്നുകിൽ വിദ്യാലയം വിട്ടുപോകേണ്ടി വരികയോ അല്ലെങ്കിൽ താഴ്ന്ന ക്ലാസ്സിൽ തന്നെ ദീർഘകാലം കഴിയേണ്ട വരികയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ ഇത്തരം കുട്ടികൾക്ക് പ്രത്യേകമായ വിദ്യാഭ്യാസമാണ് അനുയോജ്യമായത്. കാരണം മാനസിക വൈകല്യമുള്ളവരിൽ സാധാരണഗതിയിലുള്ള ചിന്താശേഷി ഇവർ പ്രകടിപ്പിക്കില്ല. അപ്പോൾ ഇവർക്ക് അനുയോജ്യമായ ബോധനമാണ്, ആ ബോധനം നൽകുന്നതിനായിട്ടുള്ള സജ്ജീകരണമാണ് സ്പെഷ്യൽ സ്കൂൾ, പ്രത്യേക വിദ്യാലയം. ക്ലിയർ ആയോ? ക്ലിയർ ആയോടെ? ക്ലിയർ ആയി. അത്രേ ഉള്ളത്. അത് വളരെ സിമ്പിളായിട്ട് പറയേണ്ടുന്ന കാര്യമേ ഉള്ളൂ. ഇനി ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ. ശാരീരിക വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വികലാംഗരായ കുട്ടികൾ, അസ്ഥി വൈകല്യമുള്ളവര്, ദൃഷ്ടി വൈകല്യമുള്ളവര്, ശ്രവണ വൈകല്യമുള്ളവര്, ഭാഷണ വൈകല്യമുള്ളവര് എന്നിങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ശാരീരിക വൈകല്യമുള്ളവർ എന്ന് പറയുന്നത്. ഈ ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ വളരെയധികം പ്രശ്നങ്ങളിൽ അകപ്പെടുന്നുണ്ട്. കാരണം മറ്റു കുട്ടികളെ പോലെ കായിക ശേഷി ഇവർക്കുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സാധാരണ വ്യവഹാരങ്ങളിൽ പലപ്പോഴും ഏർപ്പെടാൻ ഇവർക്ക് സാധ്യമല്ല. അത് തങ്ങളുടെ ബലഹീനത കുറവാണ് എന്ന തിരിച്ചറിവ് കുട്ടികളിൽ അപസമായോജന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ശാരീരിക വൈകല്യമുള്ള കുട്ടികളിൽ അപസമായോജന പ്രക്രിയ സൃഷ്ടിക്കുന്നതിന്റെ പ്രധാന കാരണം സാധാരണ പ്രവർത്തനങ്ങളിൽ മറ്റു കുട്ടികളെ പോലെ സാധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ആ കഴിവുകൾ അല്ലെങ്കിൽ തങ്ങളുടെ ഈ
അംഗപരമായ പരിമിതി കൊണ്ടാണ് തങ്ങൾക്കിത് കഴിയാത്തത് എന്ന നിരാശാബോധം ഇത് ഇവർ അപസമായോജനം വളരെ ഉയർന്ന രീതിയിൽ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ തന്റെ പോരായ്മയെ അവഗണിക്കുന്ന രീതിയിൽ മറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിക്കൊണ്ട് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് അധ്യാപകൻ ചെയ്യേണ്ടത്. ശാരീരിക വൈകല്യമുള്ളവർക്ക് അവരുടെ കഴിവിനൊത്ത തരത്തിലുള്ള പഠനാനുഭവങ്ങളിലൂടെ, പഠന പ്രവർത്തനങ്ങളിലൂടെ ഇവരെ കാരണം ഇവർക്ക് വിദ്യാഭ്യാസത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് പ്രത്യേകമായ പരിഗണന നൽകി ഇവരുടെ കഴിവിനൊത്ത രീതിയിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ അതിന് ഒത്ത രീതിയിലുള്ള പ്രവർത്തനം കൊടുത്താൽ ഇവർ ആ അപസമായോജനം മാറി ഇവർ സാധാരണഗതിയിലേക്ക് വരാൻ എളുപ്പത്തിൽ സാധിക്കുന്ന കുട്ടികളാണ് ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ. അവർക്കായി പ്രത്യേക സ്കൂളിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ സ്കൂളുകളിൽ തന്നെ, കാരണം ഇപ്പോൾ സ്കൂളുകൾ എല്ലാം ഒറ്റ ഇതിലാണ്, ഏക സ്കൂൾ എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പൊ അവർക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിലൂടെ അവരെ ആ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് അധ്യാപകന്റെ ധർമ്മം. ഇനി സാംസ്കാരിക പ്രതികൂല്യമുള്ള കുട്ടികൾ, സമൂഹത്തിന്റെ അടിത്തട്ടിയിൽപ്പെട്ടവരെയാണ് ഈ സാംസ്കാരിക പ്രതികൂലം അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽപ്പെട്ട് വരുന്ന വ്യക്തികൾ. ഇത്തരം കുട്ടികൾക്ക് പലപ്പോഴും മറ്റ് സാധാരണ കുട്ടികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഇവർക്ക് ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ പലപ്പോഴും നിരാശാബോധം ഉണ്ടാകുന്നു, പരാജയബോധം ഇവരിൽ വളരുന്നു. കാരണം ആവശ്യമായ പോഷണമോ ശ്രദ്ധയോ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള കുട്ടികൾക്ക്. ഇത് ഇവരുടെ നൈസർഗിക ശേഷികളുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കാരണം നൈസർഗിക ശേഷിയുടെ വികസനത്തിന് അനുകൂലമായ ഗ്രഹാന്തരീക്ഷമായിരിക്കില്ല ഇവർക്കുള്ളത്. കളിപ്പാട്ടങ്ങളുടെ അഭാവം ഉണ്ടാകാം, പഠനാനുകൂല സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നില്ല. അപ്പോൾ ഇത്തരം കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അതിനായി പ്രത്യേക പരിപാടികളാണ്, അല്ല പ്രത്യേക സ്കൂളല്ല, അവർക്കായി പ്രത്യേക പരിരക്ഷ. അതിനാണ് അനുപൂരക വിദ്യാഭ്യാസം എന്ന പേര് വിളിക്കുന്നത്. അതായത് സാംസ്കാരിക പ്രതികൂലതയിൽ ഉള്ള കുട്ടികളുടെ പരിപോഷണ പരിപാടികളെ പറയുന്ന പേരാണ് അനുപൂരക വിദ്യാഭ്യാസം. അനുപൂരക വിദ്യാഭ്യാസം വിദ്യാലയത്തിലെ അവസര സമത്വം, അനൗപചാരിക വിദ്യാഭ്യാസ സമിതികൾ വഴിയുള്ള പ്രവർത്തനം, സമൂഹവുമായി ഇടകലരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, ബഹുജന മാധ്യമങ്ങളുടെ പ്രചാരം എന്നിങ്ങയിലൂടെ വിവിധ പരിപാടികളിലൂടെ, അതായത് ഒരുമിച്ച് എല്ലാ പരിപാടിയും കൂടെ ചേർത്ത് പറയുന്നതാണ് അനുപൂരക വിദ്യാഭ്യാസം. ക്ലിയർ ആയോ? അതൊന്നും കൂടി പറയണം സാർ. അതായത് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള കുഞ്ഞുങ്ങൾ, സാംസ്കാരിക പ്രതികൂല്യം അനുഭവിക്കുന്നവർ, എന്നാൽ ശരാശരിയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നിന്നും അടിത്തട്ടിൽ, ഉദാഹരണത്തിന് ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്നവർ, ചേരി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ, ദാരിദ്ര്യരേഖയ്ക്ക് വളരെ താഴെയുള്ള വെറും പാവപ്പെട്ടവരായ കുട്ടികളുടെ മക്കൾ, ഇങ്ങനെയുള്ളവർക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. അവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നു. കാരണം പഠിക്കാനുള്ള സൗകര്യമില്ല, പഠന അന്തരീക്ഷമില്ല, പഠനോപകരണങ്ങൾ ലഭ്യമല്ല, പഠന ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണമില്ല, അതിനുള്ള സാഹചര്യമില്ല. ഇത് മറ്റു കുട്ടികളിൽ നിന്ന് ഇവർക്ക് അപകർഷതാബോധം ഉണ്ടാക്കും, നിരാശാബോധം ഉണ്ടാക്കും. അത്തരത്തിലുള്ള കുട്ടികൾ അപസമായോജനത്തിന് പെട്ടെന്ന് അടിമപ്പെടുന്നു. ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇവർക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അതിനാണ് നമ്മൾ സ്കോളർഷിപ്പുകളും മറ്റുമൊക്കെ ഏർപ്പെടുത്തുന്നത്, സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ വിദ്യാഭ്യാസ പരിപാടിയെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനത്തെയാണ് അനുപൂരക വിദ്യാഭ്യാസം എന്ന് വിശേഷിപ്പിക്കുന്നത്. അനുപൂരക വിദ്യാഭ്യാസം. ക്ലിയർ ആയോടെ?
അനുപൂരക വിദ്യാഭ്യാസം ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ, ക്ലിയർ ആയി സർ, ക്ലിയർ ആയി. ഇനി കുറ്റവാസനയുള്ള കുട്ടികൾ, ലാസ്റ്റ് ആണ് കുറ്റവാസനയുള്ള കുട്ടികൾ. ആരാണ് ഈ കുറ്റവാസനയുള്ള കുട്ടികൾ എന്ന് പറയുന്നത്? അപസാമായോജനം അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവൻ. അതായത് തന്റെ തന്നെ പൂർണ്ണമായ വികാസം തടസ്സപ്പെട്ട വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവനൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ്, ഇവന്റെ ഉള്ളിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അടിസ്ഥാനപരമായ മനുഷ്യ ത്വരകളും ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്തുന്നതിൽ ഇവൻ പരാജയപ്പെടുന്നു. ഇതുമൂലം അധ്യാപകരോട്, സമൂഹത്തോട്, മറ്റു കുട്ടികളോട്, മാതാപിതാക്കളോടൊക്കെ പ്രതിഷേധവും കലഹവും പ്രകടിപ്പിക്കാൻ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. കാരണം ഇവനിലെ അപസാമായോജന ആണ്. അപസാമായോജനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സമൂഹവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥ. അതാണ് ഇവന്റെ കുറ്റവാസനയുടെ പ്രധാന കാരണം. കൗമാര കുറ്റവാസന എന്നാൽ ഇത് സാധാരണഗതിയിൽ പ്രായപൂർത്തിയായ വ്യക്തികൾ ചെയ്യുന്ന ശിക്ഷാർഹമായ ക്രിമിനൽ കുറ്റങ്ങളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഏർപ്പെടുമ്പോഴാണ് അവരെ കൗമാര കുറ്റവാളികൾ എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മനഃശാസ്ത്രപരമായി കുട്ടികളിൽ കാണപ്പെടുന്ന കുറ്റവാസന എന്ന് പറയുന്നത് ഒരു മാനസിക അസ്വാസ്ഥ്യമാണ്. ഇതൊരു മാനസിക രോഗമാണ്. ഇത് അവന്റെ അപസാമായോജനത്തിൽ നിന്നും അവനിൽ വന്നു ചേർന്നതാണ് ഈ കുറ്റവാസന. ഇപ്പോ ഒട്ടേറെ ഉദാഹരണത്തിന് മറ്റുള്ള സഹപാഠികളുടെ സ്ഥിരമായ പരിഹാസം ഏൽക്കേണ്ടി വരുന്ന കുട്ടി തിരിച്ച് അവരെ പരിഹസിക്കാൻ അവനൊരു പക്ഷേ കഴിയത്തില്ല. പകരം അവൻ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഉപദ്രവം. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ അധ്യാപകനോടുള്ള വെറുപ്പ് അത് ഒരുപക്ഷെ ഇവനിൽ കുറ്റവാസന വളർത്തും. അല്ലെങ്കിൽ അച്ഛനോടുള്ള ദേഷ്യം, അമ്മയോടുള്ള ദേഷ്യം, ഇതൊക്കെ ഇവനിൽ സാമൂഹികമായി വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടാൻ ഇവനിൽ പ്രേരണ നൽകും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ കുറച്ച് കാലം പിന്നിലേക്ക് കൊണ്ടുപോകാം. സ്ഫടികം എന്ന് പറയുന്ന ഒരു മലയാള ചലച്ചിത്രം നിങ്ങൾ കണ്ടതല്ലേ എല്ലാവരും? മോഹൻലാലിന്റെ വിരോധം. അതായത് സ്വന്തം മകനായ തന്നേക്കാൾ കൂടുതൽ പോലീസുകാരന്റെ മകനെ സ്നേഹിക്കുന്നു. ഇതിൽ ആ പോലീസുകാരന്റെ മകൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഈ തോമസ് ചാക്കോ എന്ന് പറയുന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് യാതൊരു വിധമായ ദേഷ്യവുമില്ല. പക്ഷേ ആ കുട്ടിയുടെ കൈ പിടിച്ച് ആ കുട്ടിയുടെ കയ്യിലേക്ക് കോമ്പസ് കുത്തി ഇറക്കുകയാണ്. എന്നിട്ട് ചാക്കോ മാഷ് എന്റെ അപ്പനല്ല നിന്റെ അപ്പനാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നാടുവിട്ട് പോകുന്ന മകനാണ്. ഇത് അച്ഛനോടുള്ള വെറുപ്പാണ് ഇവരുടെ ഈ കുറ്റകൃത്യത്തിന് പ്രേരണയായത്. ക്ലിയർ ആയ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. അതായത് സമൂഹത്തോടുള്ള വിദ്വേഷം, മറ്റു കുട്ടികളോടുള്ള വിദ്വേഷം, മാതാപിതാക്കളോടുള്ള വിദ്വേഷം, അധ്യാപകരോടുള്ള വിദ്വേഷം ഇവനിൽ കുറ്റവാസനകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു മാനസിക അസ്വാസ്ഥ്യം മാത്രമാണ്. കുട്ടികളിൽ കാണപ്പെടുന്ന കുറ്റവാസന എന്നത് മാനസിക അസ്വാസ്ഥ്യമാണ്. അപ്പൊ മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മോഷണശീലമുള്ള ഒരു കുഞ്ഞ്, ഒരുപക്ഷെ കുഞ്ഞി ചെയ്യുന്നത് മോഷണമാണ് എന്ന് കുഞ്ഞിന് തിരിച്ചറിവുണ്ടാവില്ല. അതല്ല എങ്കിൽ തനിക്ക് ലഭിക്കാത്ത ഒരു കാര്യം തന്റെ കൂട്ടുകാരന്റെ കയ്യിലിരിക്കുമ്പോൾ അതിനോടുള്ള അഭിനിവേശം, എന്നാൽ ഇതേ സാധനം വീട്ടിൽ നിന്നും തനിക്ക് കിട്ടാത്ത ഒരവസ്ഥ, അപ്പോൾ ഈ സാധനം സ്വന്തമാക്കണം എന്ന ചിന്ത, ഇത് അവന്റെ മാനസികമായ ഒരു നിലയാണ്. അത് ഒരു കളവല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതൊരു കളവായി നമ്മൾ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് ഇതിനെ വലിയ ഒരു വിഷയമാക്കി മാറ്റിയെടുത്താൽ ഇത് അവനിൽ സ്ഥിരമാവുകയും പിന്നെ ക്രമേണ ഒരുപക്ഷെ ഭാവിയിൽ ഇവൻ മുഴുത്ത കള്ളനായി മാറുകയും ചെയ്യും. പക്ഷെ ഇതിനെ ലളിതമായ രീതിയിൽ ഇതിനെ പരിഹരിച്ചുകൊണ്ട് ഇവന് അതിനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് ആ വസ്തു ഇവന് ലഭ്യമാക്കിക്കൊണ്ട് ഇത് അവന്റെ സാധനമാണെന്നും അത് അവന് ഉപയോഗിക്കാനുള്ളതാണെന്നും
അവന്റെ അനുവാദത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് എന്ന ബോധം കുട്ടികൾ കൊടുത്തുകൊണ്ട് ആ മാനസിക അവസ്ഥയെ നമ്മൾ അടിച്ചമർത്തണം. ഇതൊരു മാനസിക അസ്വാസ്ഥ്യമാണ്. ഈ അസ്വാസ്ഥ്യത്തിന് മേലാണ് ചികിത്സ വേണ്ടത്. ഇനി ഇങ്ങനെ ഉച്ചവാസന ഉണ്ടാകുന്ന കുട്ടികൾ, ശിശുക്കൾ, ഇതിന് ചില ഘടകങ്ങളും കുട്ടികളിലെ കുറ്റവാസനയ്ക്ക് പ്രേരകമാകുന്ന ചില ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ കുട്ടികളിലെ കുറ്റവാസനയ്ക്ക് പ്രേരകമാകുന്നുണ്ട്. ഏതൊക്കെ ഘടകങ്ങളാണ്? ഒന്ന്, പാരമ്പര്യ ഘടകം. ഇത് പാരമ്പര്യവാദികൾ എന്ന മനഃശാസ്ത്രജ്ഞന്മാര്, പാരമ്പര്യവാദികൾ, അതായത് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചപ്പോ അതിനകത്ത് പാരമ്പര്യവും പരിസ്ഥിതിയും പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അതിൽ പാരമ്പര്യവാദികളായ മനഃശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? പാരമ്പര്യവാദികളായ മനഃശാസ്ത്രജ്ഞന്മാർ, പാരമ്പര്യവാദികളായ മനഃശാസ്ത്രജ്ഞന്മാർ, പാരമ്പര്യവാദികൾ H. ഗദ്ദാർത്ത്, ഷോസ്നഗർ. പാരമ്പര്യവാദികൾ പറയുന്നത് കുറ്റവാസന പാരമ്പര്യത്തിൽ നിന്നാണെന്നാണ്. ഒരു പരമ്പരയിൽ നിന്നും അടുത്ത പരമ്പരയിലേക്ക് പകർന്നു കിട്ടുന്നു എന്നതാണ് കുറ്റവാസന എന്ന് ഒരു വിഭാഗം പറയുന്നത്. അതിൽ ഒരു ഘടകമായി പാരമ്പര്യ ഘടകം പറയുന്നു. രണ്ടാമത്തെ ഘടകം ശാരീരിക ഘടനാ ഘടകങ്ങളാണ്. ശാരീരിക വൈകല്യങ്ങൾ വ്യക്തിയിൽ അധമചിന്ത വളർത്തുന്നു. സ്വന്തം ബലഹീനതകൾക്ക് പകരം നിൽക്കാൻ വേണ്ടി അയാൾ ചിലപ്പോൾ അക്രമങ്ങളിലേക്ക് തിരിയും. ശാരീരിക ബലഹീനതകൾ. മൂന്നാമത്തത് കുടുംബപരമായ ഘടകങ്ങൾ. കലകിപ്പിരിയുന്ന കുടുംബ ബന്ധം, അച്ഛനമ്മമാരുടെ കുറ്റകൃത്യങ്ങൾ, കുടുംബ ദാരിദ്ര്യം, ഏകാന്തമായ കുടുംബ സാഹചര്യം, അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിന്റെ അപര്യാപ്തത, സ്വാതന്ത്ര്യ നിഷേധം, ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ ഇതിലേക്ക് പറയുന്നു. ലോകപ്രശസ്തനായ ഒരു വ്യക്തിയെ കളവും അക്രമവും നടത്തുന്ന കുപ്രസിദ്ധനായ ഒരു വ്യക്തിയെ തലവെട്ടിക്കൊല്ലാനായി തീരുമാനിക്കപ്പെടുന്ന സമയത്ത് ഇയാളുടെ അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ ഇയാള് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം, അവസാനമായി അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കണം. അങ്ങനെ അമ്മയെ ഹാജരാക്കി അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ കവിള് കടിച്ച് മുറിച്ചെടുക്കുകയാണ്. അതിനെ പ്രേരിപ്പിച്ചതിന് അയാൾ പറയുന്ന ഇതാണ്: വളരെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ ഒരു ചെറിയ വസ്തു എടുത്തപ്പോൾ എൻ്റെ അമ്മ എന്നെ അന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയ ഒരു മോഷ്ടാവോ അക്രമിയോ കൊലപാതകയോ ആയില്ലായിരുന്നു എന്ന് ഒരു കഥയാണ്. അപ്പൊ അവിടെയാണ് അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിന്റെ അപാകത എന്ന് പറയുന്നത്. കാരണം അശ്രദ്ധയുമാകാം, അച്ഛനമ്മമാരുടെ അശ്രദ്ധയുമാകാം. കുട്ടികളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർ കാണിക്കുന്ന അശ്രദ്ധ. കുഞ്ഞുങ്ങള് സ്കൂളിൽ നിന്ന് വരുമ്പോ അവരുടെ ബാഗ്, അവരുടെ പോക്കറ്റ് ഒക്കെ അവരറിയാതെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയും തങ്ങളുടെ മകന്റേതല്ലാത്ത ഒരു സാധനം അതിൽ കണ്ടാൽ അതെങ്ങനെ വന്നു എന്ന് അന്വേഷിക്കുകയും, പിടിച്ചിട്ട് തല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത്, അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതാണ് ശ്രദ്ധയുടെ കുറവ്. സ്വാതന്ത്ര്യ നിഷേധം, കുടുംബ പ്രശ്നങ്ങള്, അതാണ് ഈ പറയുന്ന കുടുംബപരമായ ഘടകങ്ങളിൽ വരുന്നത്. അപ്പൊ കലഹിക്കുന്ന കുടുംബ ബന്ധവും ഒരു വിഷയമാണ്. ദാരിദ്ര്യം അതൊരു പ്രശ്നമാണ്. അപ്പൊ കുടുംബപരമായ ഘടകങ്ങൾ കുറ്റവാസനയ്ക്ക് ഒരു കാരണമാകുന്നു. ഇനി വിദ്യാലയ സംബന്ധമായ ഘടകങ്ങളുണ്ട്. മോശപ്പെട്ട പാഠ്യപദ്ധതി, തെറ്റായ ബോധന രീതികൾ, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ അഭാവം, നിയന്ത്രണക്കുറവ്, അധ്യാപകരുടെ അഭിലഷണീയമായ വ്യവഹാരങ്ങൾ, തുടർച്ചയായ പരാജയം, ഇതുമൊക്കെ കുട്ടികളിൽ കുറ്റവാസന ഉണ്ടാക്കാം. അങ്ങനെ ഈ 4 ഘടകങ്ങൾ, പാരമ്പര്യ ഘടകം, ശാരീരിക ഘടനാ ഘടകങ്ങൾ, കുടുംബപരമായ ഘടകങ്ങൾ, വിദ്യാലയപരമായ ഘടകങ്ങൾ എന്നിങ്ങനെ 4 ഘടകങ്ങളാണ് ശിശുക്കളിൽ കുറ്റവാസനയ്ക്ക് പ്രേരകമാകുന്ന ഘടകങ്ങൾ. മനസ്സിലായോ? യെസ് സാർ. യെസ്, പറഞ്ഞോളൂ.
ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഇനി ഇത്തരം കുറ്റവാസനയുള്ള കുട്ടികളുടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവയെ ഒഴിവാക്കി ഇവരെ അതിൽ നിന്നും മുക്തി നേടാൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മക്കളെ മനസ്സിലാക്കാനും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളും പ്രേരണകളും സാക്ഷാത്കരിക്കാനും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ട ആവശ്യകത മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തണം. പ്രബോധനം നൽകേണ്ടത് മാതാപിതാക്കൾക്കാണ്. കുട്ടികളിൽ ഇത്തരം പ്രശ്നമുണ്ടെങ്കിൽ അതിനാദ്യം പ്രബോധനം നൽകേണ്ടത്, അതിന് ആദ്യം ഗൈഡൻസ് അല്ലെങ്കിൽ ആദ്യം കൗൺസിലിംഗ് നൽകേണ്ടത് മാതാപിതാക്കൾക്കാണ്. കുടുംബപരമായ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കാനും അനുകൂലമായ കുടുംബ സാഹചര്യം സൃഷ്ടിക്കുക, കൂടുതൽ ശ്രദ്ധയും പരിചരണവും കുട്ടികൾക്ക് ഉണ്ടാവുക, അതിനുവേണ്ടി മാതാപിതാക്കളെ ആദ്യം ബോധവാന്മാരാക്കണം. ഒന്നാമത്. 2, കുട്ടികളെ മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും സാമൂഹ്യ വിരുദ്ധമായ പരിസ്ഥിതികളിൽ നിന്നും അകറ്റി നിർത്തുക. അതായത് ഏത് സാഹചര്യത്തിലാണ്, ഇവിടെ മോശമായ കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് അവന്റെ സാഹചര്യമാണ്, ഏത് സാഹചര്യത്തിലാണ് അവൻ ഇവിടെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുക, ആ സാഹചര്യത്തിൽ നിന്നും അവനെ മോചിപ്പിക്കുക, ആ സാഹചര്യത്തിൽ നിന്നും അവനെ അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കണം. ഈ കുറ്റവാസനയ്ക്ക് പ്രേരകമാകുന്നതിൽ രണ്ടാമത് പറഞ്ഞ ഘടകം ഒന്ന് പറയാവോ ആർക്കെങ്കിലും? ശാരീരിക ബലഹീനതകൾ. ശാരീരിക ഘടനാ ഘടകങ്ങൾ എന്നല്ലേ പറഞ്ഞത്? ശാരീരിക ഘടന ഘടകങ്ങൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക്സ് ഡാ. ഹലോ ഹലോ കേൾക്കാവോ? അപ്പൊ കുട്ടികളെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും സാമൂഹ്യ വിരുദ്ധമായ പരിസ്ഥിതികളിൽ നിന്നും അകറ്റി നിർത്തുക. വീട്ടില് വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. അത് വീട്ടിൽ മാത്രമല്ല, വിദ്യാലയത്തിലും. എന്തും കുഞ്ഞുങ്ങൾക്ക് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാവണം. തങ്ങളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് തുറന്നു പറയാൻ കഴിയണം, അല്ലെങ്കിൽ അധ്യാപകരോട് തുറന്നു പറയാൻ കഴിയണം. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും മുന്നേ തിരിച്ചറിയുന്നത് അധ്യാപകരാണ്. ഒരുപക്ഷെ വീട്ടിൽ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അധ്യാപകരാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും പല പല പ്രശ്നങ്ങളും പല പല കേസുകളും തന്നെ ഉണ്ടാകുന്നത് അധ്യാപകരുടെ ഇടപെടൽ മൂലമാണ്. കാരണം അധ്യാപകർക്ക് പെട്ടെന്ന് മനസ്സിലാകാം
പെട്ടെന്നായിരിക്കും അധ്യാപകർ കുട്ടികളുമായി നല്ലൊരു സൗഹൃദ അന്തരീക്ഷം, അത് ആസ്വാദ്യകരമായ ഒരു ഗ്രഹാന്തരീക്ഷവും ഒപ്പം തന്നെ വിദ്യാലയ പരിസ്ഥിതിയും ആരോഗ്യകരമായ ബന്ധവും സ്ഥാപിച്ചിരിക്കുക കുട്ടികളുമായി. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ സംഘ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ കുട്ടികളെ പങ്കാളികളാക്കുക. NCC, SPC, അതുപോലെ സ്കൗട്ട് തുടങ്ങിയ എല്ലാവിധമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും കുട്ടികളെ പൂർണ്ണമായും പങ്കാളികളാക്കുക. കാരണം ഇവരുടെ അധിക ഊർജം അത് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നൽകി ഇവരെ എൻഗേജിലാക്കുമ്പോൾ ഇവരിൽ ക്രമേണ ആ ബോധം, നേതൃത്വ പാഠവം അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും കുട്ടികളുടെ സ്വഭാവം തന്നെ ചേഞ്ചായി മാറും. സാൻമാർഗികവും മതപരവുമായ പ്രബോധനത്തിലൂടെ കുട്ടികളുടെ മൂല്യബോധം വളർത്തണം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങളിൽ സർക്കാർ ധനസഹായം ലഭിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ മതപഠനം നിരോധിച്ചിട്ടുണ്ട് ഭരണഘടന. മതപഠനം പാടില്ല. പക്ഷേ മതപരമായ പ്രബോധനം അല്ലെങ്കിൽ സാൻമാർഗികമായ ബോധം, സാൻമാർഗിക മൂല്യം, ഇവ കുട്ടികളിൽ വളർത്തിയെടുക്കുവാൻ അധ്യാപകർക്ക് കഴിയണം. ഇപ്പൊ മതപരമായ ബോധനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതം എന്ന ചിന്തയല്ല, സർവ ശക്തിയായ ഈശ്വര ചിന്ത. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധമായ സാമൂഹിക മൂല്യങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ മതങ്ങളാണ്. മതങ്ങളെയൊക്കെ നമ്മൾ തള്ളി പറയുമെങ്കിലും മതവിശ്വാസവും മതങ്ങളിലുള്ള ശക്തമായ നമ്മുടെ അഭിവാഞ്ചിയുമാണ് പലപ്പോഴും പല പ്രവർത്തനങ്ങളിലും നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നത്. കാരണം നമ്മളിൽ മൂല്യബോധം, സാൻമാർഗിക ബോധം ഇത് സൃഷ്ടിക്കുന്നത് മതങ്ങളിൽ വലിയൊരു പങ്കുണ്ട്. കാര്യം പാപം എന്ന ചിന്ത, പാപബോധം, അത് വളരെ വലിയൊരു ഘടകമാണ്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ ഈ കുറ്റവാസനകളിൽ നിന്നും അവരെ അകറ്റി നിർത്താനായി സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളുടെ പ്രബോധനം, 2 വിദ്യാലയവും കുട്ടിയും തമ്മിലുള്ള ബന്ധം, ഒപ്പം കുട്ടിയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം അത് വളരെ സൗഹൃദപരവും അനായാസവുമായി ചിട്ടപ്പെടുത്തണം. പിന്നെ സംഘപ്രവർത്തനങ്ങൾ, സഹകരണം, അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയിലുള്ള കുട്ടികളുടെ പങ്കാളിത്തം, സാൻമാർഗികവും മതപരവുമായ പ്രബോധനങ്ങളിലൂടെ കുട്ടികളുടെ മൂല്യബോധം, സാമൂഹിക ബോധം ഇവ വളർത്തുക. ഇവയിലൂടെ ഈ ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് കഴിയും. ഓക്കെ, മനസ്സിലായോ? നല്ലതുപോലെ മനസ്സിലായി സർ. ഇതിനകത്തൊരു പ്രധാന ഒരു കാര്യം, ഇത് ഈ ജനറലായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയായതുകൊണ്ടും ഇവിടെ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ശാരീരിക വൈകല്യമുള്ള കുട്ടിയുടെ വിദ്യാഭ്യാസം എപ്രകാരമാണ്, അധ്യാപകന്റെ റോൾ എന്താണ്, ഇതാണ് ചോദ്യം വരുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും ചോദ്യം. ഇപ്പൊ കുറ്റവാസനയുള്ള കുട്ടിയുടെ ആ പ്രവണത മാറ്റിയെടുക്കാൻ ഒരു അധ്യാപകൻ സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് നടപടിയാണ് അനുയോജ്യമായത് എന്നിങ്ങനെയാണ് ഇതിനകത്ത് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതിലെ ഈ പരിഹാര മാർഗങ്ങളും അവിടെ കുറ്റവാസനയ്ക്ക് പ്രേരകമാകുന്ന ഘടകങ്ങൾ ഇവയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അവയുടെ ചില ടേംസ് മാത്രമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് പല പല ക്ലാസ്സുകളിലും ട്രെയിനിങ്ങുകളിലും കിട്ടിയിട്ടുള്ളതാകും എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണോ? ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് സർ. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പല ട്രെയിനിങ്ങുകളിൽ ഇത് വൈകല്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആ മേഖല. അടുത്ത മേഖലയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററൂടെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 2 ചാപ്റ്റർ കൂടിയേ ഉള്ളൂ. സർ, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിന്റെ നോട്ട്സ് ഒന്ന് PDF ആയിട്ട് ഇട്ട് തരണേ സർ. ഇതിന്റെ നോട്ട്സ് ഞാൻ PDF ആയിട്ട് ഞാൻ അവിടെ കരിയറിൽ അയച്ചു കൊടുക്കാം. കരിയറിൽ അയച്ചു കൊടുത്താൽ ഒരു 3 ദിവസത്തിനകം നിങ്ങൾക്ക് ഈ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. ഓക്കെ സർ.
നമ്മളിപ്പോ ഇന്ന് ഈ പഠിപ്പിച്ചതിന്റെ മുഴുവൻ നോട്ട്സ് നമുക്ക് PDF ആയിട്ട് ഞാൻ കരിയറിലേക്ക് ഇട്ട് കൊടുക്കാം. സാർ ആദ്യത്തെ 2-3 ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ. ചെയ്തു തരാം. ഓക്കെ സാർ. അപ്പോ കുഴപ്പമില്ലല്ലോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്? കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള മേഖലകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ മേഖല ഞങ്ങളുടെ സിലബസിനകത്ത് ഈ ശാരീരികവും മാനസികവുമായ പരിമിതി ഉള്ളവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആസ് പെർ ദ സിലബസിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത്. അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാറുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട. മനസ്സിലായോ? അതല്ലേ സാർ ഇപ്പൊ പറഞ്ഞത് ആ ക്ലാസ്? അതെ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇപ്പൊ സാർ പഠിപ്പിച്ചത്. അതെ. അടുത്തത് ശിശുവിന്റെ അവകാശങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മേഖലയാണ്. ശിശുവിന്റെ അവകാശങ്ങൾ, അതുമായി സംബന്ധിച്ച കൺവെൻഷനുകൾ, ശിശുക്കളുടെ അവകാശങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ പ്രാധാന്യം എന്നിവയാണ് അടുത്ത നമ്മളുടെ ചാപ്റ്റർ. ശിശുവിന്റെ അവകാശങ്ങൾ അടുത്ത ചാപ്റ്ററാണ് നിങ്ങളുടെ. അത് നിങ്ങളുടെ സിലബസിനകത്തുള്ളതാണ്. ഇതിന്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചൈൽഡ് കൺവെൻഷൻ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? കിട്ടിയിട്ടുണ്ടോ? ശിശുവിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട് സാർ, കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലേ ട്രെയിനിങ് ക്ലാസ്സുകൾ? ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് നമുക്ക് അറിയാം, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ അറിയാം, നമുക്ക് മനസ്സിലാവും. കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത ഒരു 2 ചാപ്റ്ററോട് കൂടി നമ്മളുടെ ക്ലാസ്സുകൾ അവസാനിക്കും കേട്ടോ. ഡിസംബറിലല്ലേ പരീക്ഷ? ഇപ്പൊ ഈ മാസം തന്നെ തീരും നിങ്ങളുടെ ക്ലാസ്സുകൾ. ഈ മാസം 30-ന് മുമ്പ് തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ മുഴുവൻ തീർക്കും. എന്നിട്ട് മോഡൽ പരീക്ഷ സൈക്കോളജിക്ക് നല്ല റിവിഷൻ ഒന്ന് സാറിന്റെ തന്നെ ഒരു 1-2 റിവിഷൻ ക്ലാസ്സും കൂടെ നമുക്ക് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. റിവിഷൻ വരാം. നമ്മൾ ഈ ടോപ്പിക് ഇനി 2 ചാപ്റ്ററേ ഉള്ളൂ. ആ 2 ചാപ്റ്റർ കൂടെ തീർത്തിട്ട് നമുക്ക് അതിന്റെ ഒരു റിവിഷൻ ക്ലാസ് കൂടെ നമുക്ക് വെക്കാം. എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂവില് ഒരു റിവിഷൻ ക്ലാസ് കൂടെ വെച്ച് പിന്നെ അതിനുശേഷം മോഡൽ ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തയ്യാറാക്കി കൊടുക്കാം. അത് ഞാൻ സാറുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ സമയമില്ലാത്ത, അത് തന്നെ എന്തൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് സമയം ഉണ്ടാവും, ചുമ്മാ അത് ആദ്യമോടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തയ്യാറാക്കാൻ പലപ്പോഴും ഒത്തിരി സമയം വേണ്ടി വരും. അപ്പൊ സമയം എന്നാലും കുഴപ്പമില്ല, ഞാൻ കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ. നല്ല ഗംഭീരമായ തുടങ്ങി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു.